കഥ തുടരുന്നു. മാർക്സിൻ നേരെ ഡോക്ടർ ജോൺസന്റെ വസതിയിലേക്കാണ് പോയത്. യാത്രക്കുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു, ജോൺസൺ പറഞ്ഞു. പ്രഭാതഭക്ഷണം കഴിഞ്ഞ് മാർക്സിൻ കുറേ സമയം ഡോക്ടർ ജോൺസന്റെ മ്യൂസിയത്തിൽ കൂടി നടന്നു. പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. അവയെ പരിപാലിക്കാൻ 2 ജോലിക്കാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട 1-2 ഫോർമുലകൾ ഒരു മരുന്ന് നിർമ്മാണ കമ്പനിക്ക് നൽകിയതിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം കൊണ്ടായിരുന്നു ഡോക്ടർ ജോൺസൺ ഇപ്പോൾ ജീവിക്കുന്നത്. പ്രതിവർഷം ധാരാളം ഡോളറുകൾ ആ ഇനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ളതും അതേസമയം വളരെ പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്നതുമായ ഔഷധങ്ങൾ കണ്ടുപിടിക്കുന്നതിലായിരുന്നു ഈയിടെയായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും. ഒരു നല്ല ലബോറട്ടറി ഡോക്ടർ ജോൺസൺ ഉണ്ടായിരുന്നു. അവരുടെ അന്തർധാനത്തെക്കുറിച്ച് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാർക്സിൻ കേസന്വേഷണത്തിലേക്ക് കടന്നു. അവരിൽ ഫ്രാങ്ക്ലിൻ എന്നയാൾ ഒരു പ്രൊഫസറാണ്, ഒരു സുവോളജിസ്റ്റ്. അടുത്തയാൾ ഒരു എഞ്ചിനീയറും. അവർ സാധാരണക്കാർ അല്ലാത്തതുകൊണ്ടാണ് ആ സംഭവം വായിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയത്. തന്നെയുമല്ല, ആ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണവും നല്ല നിലവാരം പുലർത്തുന്നവയാണ്. അതിനു മുമ്പ് അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായതായി അറിയാമോ? മാർക്സി ചോദിച്ചു. സാധാരണ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാടിനെക്കുറിച്ചുള്ള പിൻചരിത്രം പഠിക്കുകയെന്നത് മാർക്സിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ചിലപ്പോൾ ഒന്നിനോട് ബന്ധപ്പെട്ടാണ് പല സംഭവങ്ങളും നടക്കാറുള്ളത്. പിന്നോട്ടുള്ള സംഭവങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ചില വസ്തുതകൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ ചില കേസുകൾക്ക് തീരുമാനവും എടുത്തിട്ടുണ്ട്. ഞാൻ ആ പ്രസിദ്ധീകരണത്തിൻ്റെ പിൻലക്കങ്ങൾ പലതും പരിശോധിച്ചു നോക്കി. എന്നാൽ ആ സ്ഥലത്തു നിന്നും അത്തരത്തിലുള്ള യാതൊരു വാർത്തയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നമുക്കാദ്യം വൈൻ വ്യാപാരിയായ സാത്രിനെ കണ്ടുപിടിക്കണം. പാശ്ചാത്യ രാജ്യങ്ങളെ കുറ്റാന്വേഷണം തൊഴിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ഗവൺമെൻറ് നൽകുന്ന ലൈസൻസോട് കൂടിയാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തെളിവെടുത്ത് പോലീസിനെ സഹായിക്കുകയാണ് അവരുടെ ജോലി. അതോടൊപ്പം ആർക്കുവേണ്ടി തെളിവെടുത്ത് കുറ്റവാളികളെ പിടിക്കുന്നോ അവരും ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഡിക്റ്റേറ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകാറുണ്ട്. ഒരു ബാങ്ക് കവർച്ചയോ അതുപോലെ ഭവനഭേദനമോ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിന് സഹായകരമായ തെളിവുകൾ നൽകിയാൽ ബാങ്കും വീട്ടുടമസ്ഥനും ഇവർക്ക് പണം നൽകും. സാത്രിനെ പാരീസിൽ വെച്ച് കാണാമെന്നാണ് ഞാൻ കരുതുന്നത്, മാർക്സിൽ ആലോചനയോടെ പറഞ്ഞു. അയാളുടെ സമ്മതമില്ലാതെ ആ സ്ഥലത്ത് പ്രവേശിക്കാൻ സാധ്യമല്ലല്ലോ. കൂടാതെ ചില സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നെന്നും ഇരിക്കും. സാത്രിന് ഇതിൽ പ്രത്യേക താല്പര്യം കാണുമെന്നാണ് തോന്നുന്നത്. കാരണം കോടിക്കണക്കിന് ഫ്രാങ്ക് മുടക്കിയാണല്ലോ അദ്ദേഹം ആ മുന്തിരിത്തോട്ടവും ഫാക്ടറിയും പ്രവർത്തനത്തിൽ എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, ജോൺസൺ അഭിപ്രായപ്പെട്ടു. ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ സാമാന്യമായ എല്ലാ അറിവും സമ്പാദിച്ചു കഴിഞ്ഞു. ഒരു രൂപരേഖ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മാർക്സിൻ കോട്ടിൻ്റെ കീശയിൽ നിന്ന് മടക്കി വെച്ചിരുന്ന ഒരു താൾ എടുത്ത് ഡോക്ടർ ജോൺസന്റെ കയ്യിൽ കൊടുത്തു. ഡോക്ടറുടെ ദൃഷ്ടി ആ ഗ്രാഫിലൂടെ സഞ്ചരിച്ചു. ഈ സ്ഥലത്തു കൂടി ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, ജോൺസൺ ചിത്രത്തിൽ നിന്ന് തല ഉയർത്താതെ പറഞ്ഞു. താങ്കൾ ഇവിടെ പോയിട്ടുണ്ടോ? എങ്കിൽ വളരെ സഹായകരമായി. ഞാൻ കുറേ കൂടി തെക്ക് ഭാഗത്ത് താമസിച്ചിട്ടുണ്ട്. അത് 6 വർഷം മുമ്പാണ്. മാർക്സിൻ ഒരു ഹാഫെ കൊറോണയ്ക്ക് തീ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ തൻ്റെ ഫയലിൽ വെച്ചിരുന്ന ആ റിപ്പോർട്ട് വീണ്ടും പുറത്തെടുത്തു. ഇതിൽ പറയുന്ന സ്ഥലത്ത് കാട്ടുമൃഗങ്ങളുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് അവർ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് എനിക്ക് സംശയം തോന്നാൻ കാരണം. ഈ റിപ്പോർട്ട് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിരുന്നു. അവരെ കണ്ടുകിട്ടിയെങ്കിൽ അല്പം കൂടി പ്രാധാന്യം നൽകി മറ്റൊരു വാർത്ത വരുമായിരുന്നു. അതിനുശേഷമുള്ള ഒരു പ്രസിദ്ധീകരണം ഇന്നലെയാണ് എനിക്ക് ലഭിച്ചത്. ജോൺസൺ ഷെൽഫിൽ നിന്ന് ഒരു വാരിക എടുത്ത് മാർക്സിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതിൽ കഴിഞ്ഞ തവണ വന്ന വാർത്തയെ തുടർന്നുള്ള ഒരു ചെറിയ വാർത്ത കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല, എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം തുടരാമെന്നുള്ളതിന് ഒരു അവസരം നൽകുന്നുണ്ട്, ജോൺസൺ പറഞ്ഞു. കഴിഞ്ഞ വാർത്ത സ്വീകരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർക്സിൻ വാരിക മടക്കി വയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് അന്വേഷണം നടത്തേണ്ട എല്ലാ അവസരങ്ങളുമുണ്ട്, ജോൺസൺ അഭിപ്രായപ്പെട്ടു. അതെ, മാർക്സിൻ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം, നാം അവിടെ എത്തിയാൽ എവിടെ താമസിക്കും? അതാണ് ഞാൻ ആലോചിക്കുന്നത്, ജോൺസൺ തിരക്കി. അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫ്രാങ്ക്ലിൻ എന്നയാളും എഞ്ചിനീയറും അവിടെ ഏതെങ്കിലും കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ 2 കിലോമീറ്റർ അകലെ ഒരു ഹോട്ടൽ കിട്ടിയാലും നമുക്ക് ധാരാളം മതിയല്ലോ. അങ്ങനെയൊന്നും കാണാതിരിക്കുകയില്ല. സാത്രിനോട് ചോദിച്ചാൽ വിവരങ്ങളെല്ലാം അറിയാം. പാരീസിൽ ചെന്ന് അയാളെ കണ്ടുമുട്ടി വിവരങ്ങളെല്ലാം പഠിച്ച ശേഷം നമുക്ക് സംഭവ സ്ഥലത്തേക്ക് പോകാമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മതി. ഡോക്ടർ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞോ? മാർക്സിൻ ചോദിച്ചു. പൂർത്തിയാകാത്ത എന്തെങ്കിലും പരീക്ഷണങ്ങളുണ്ടോ? 1 മാസമായി ഞാൻ വിശ്രമം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് താങ്കളുടെ കൂടെ പോരാമെന്ന് സമ്മതിച്ചത്. പരിചാരകൻ തണുത്ത കാപ്പിയും സാൻഡ്വിച്ചും കൊണ്ടുവന്നു. മാർക്സിൻ കാപ്പി രുചിച്ചിറക്കിക്കൊണ്ടിരുന്നു. അവിടെയുള്ള ഭക്ഷണങ്ങൾ പിടിക്കുമോ ആവോ? ജോൺസൺ സാൻഡ്വിച്ച് കടിച്ച് ചവച്ചുകൊണ്ട് പറഞ്ഞു. ഈ അവസരത്തിൽ ഫോൺ ബെൽ അടിച്ചു. ജോൺസൺ റിസീവർ എടുത്തു. ഇത് താങ്കൾക്കുള്ളതാണ്. ജോൺസൺ റിസീവർ മാർക്സിൻ്റെ കൈവശം നൽകി. ആര്? എലിസബത്തോ? കിട്ടിയോ? ഒപ്പം പോരുന്നുവെന്നോ? വളരെ നല്ലത്. ഞങ്ങളൊരു പാചകക്കാരിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കൊള്ളാം, മാർക്സിൻ ചിരിച്ചു. ശരി, ഓക്കെ. റിസീവർ താഴെ വെച്ച ശേഷം അദ്ദേഹം ഡോക്ടർ ജോൺസന്റെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ ജോൺസൺ മധ്യവയസ്കനായിരുന്നു. സാധാരണയുണ്ടാകുന്ന രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിക്കാറില്ലായിരുന്നു.
ജോൺസൺ അവിവാഹിതനാണ്. വളരെ ചെറുപ്പത്തിലെ ഗവേഷണ തൽപരത അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. ജന്തുക്കളും പറവകളും സസ്യങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ. ഒരു ബ്രഹ്മചാരിയായി ജീവിക്കുന്ന അദ്ദേഹം ഒരിക്കൽ പോലും തുറന്ന മദ്യവിൽപ്പനശാലകളിലോ ആഡംബരം നിറഞ്ഞ ഹോട്ടലുകളിലോ പോകാറില്ലായിരുന്നു. ആകെയുള്ള വിനോദം വിജനമായ വീതിയിൽ കൂടി അതിവേഗതയിൽ കാറോടിക്കലായിരുന്നു. അക്കാര്യത്തിൽ മാർക്സിനും അദ്ദേഹവും ഒരേ സ്വഭാവക്കാരായിരുന്നു. ചില അവസരങ്ങളിൽ അവർ ഒരുമിച്ച് കാർ സവാരി ചെയ്യാറുണ്ടായിരുന്നു. മാർക്സിൻ വിവാഹിതനാവണമെന്ന് ജോൺസൺ എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു. വിവാഹം വളരെ നേരത്തെ തന്നെ വേണമെന്നുള്ള വാദക്കാരനായിരുന്നു ജോൺസൺ. ഒരു പരിധി കഴിഞ്ഞാൽ അത്യാവശ്യമില്ലെന്നും വിശ്വസിച്ചിരുന്നു. എലിസബത്തും മാർക്സിനും തമ്മിലുള്ള അടുപ്പം ഡോക്ടർ ജോൺസന് അറിയാമായിരുന്നു. ഏതുകൊണ്ടും അവർ യോജിച്ച ദമ്പതികളാണെന്ന് ഡോക്ടർ വിശ്വസിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ അദ്ദേഹം ധൈര്യപ്പെട്ടില്ല. പ്രായത്തിൽ വളരെ എളുപ്പമാണെങ്കിലും ഡോക്ടർ ജോൺസൺ ഡിറ്റക്റ്റീവ് മാർക്സിനെ ബഹുമാനിച്ചിരുന്നു. ബന്ധുക്കളായ ജോൺസന് ഒരു സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടെ അവർ അവിടെ വരുമായിരുന്നു. അവരും കുട്ടികളും കൂടി എത്തുന്ന അവസരങ്ങളിൽ മാത്രമേ ആ വീട് ഉണരുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം, ജോൺസൺ പറഞ്ഞു. എന്താണ്? മാർക്സിൻ ചിന്തയിൽ നിന്നുണർന്നു. എലിസബത്ത് നമ്മോടൊപ്പം ഉണ്ടായാൽ സൗകര്യങ്ങളുണ്ടെങ്കിലും അതൊരു ഭാരവുമാണ്. ഒരു സ്ത്രീയുമായി അപരിചിതമായ സ്ഥലത്ത് കഴിഞ്ഞുകൂടുവാൻ അല്പം വിഷമം നേരിട്ടേക്കാൻ ഇടയുണ്ട്. പക്ഷേ അതിൽ വേറൊരു ഗുണവും നമുക്കുണ്ട്. എലിസബത്ത് കൂടെയുണ്ടെങ്കിൽ നാം ആ കേസ് അന്വേഷിക്കുവാൻ വന്നവരാണെന്ന് ആരും സംശയിക്കുകയില്ല. വെറും വിനോദയാത്രയ്ക്ക് ഒരു കുടുംബം എന്തായേ ആരും വിചാരിക്കുകയുള്ളൂ. അവ നമ്മുടെ അന്വേഷണത്തിന് പ്രയോജനപ്പെടും. എന്ത് തോന്നുന്നു? മാർക്സിൻ ചോദിച്ചു. ഒരു തരത്തിൽ അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നേ തോന്നുകയുള്ളൂ, ഡോക്ടർ ജോൺസൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊരു ഫലിതമായേ മാർക്സിൻ കണക്കാക്കിയുള്ളൂ. ആസ്ട്രയിൽ നിന്ന് ഹാഫ് കൊറോണ എടുത്ത് അദ്ദേഹം കടിച്ചു പിടിച്ചു. ഒന്നിച്ച് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നതിനേക്കാൾ പാരീസിൽ വെച്ച് സന്ധിക്കുന്നതാണ് നല്ലത്. അവിടെ നിന്ന് നമുക്ക് ഒന്നിച്ച് സംഭവ സ്ഥലത്തേക്ക് നീങ്ങാം. അങ്ങനെ അവർ തീരുമാനത്തിലെത്തി. ഡോക്ടറുടെ വസതിയിൽ നിന്നും മാർക്സിൻ എലിസബത്ത് താമസിക്കുന്ന വസതിയിലേക്ക് പോയി. അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് എലിസബത്ത് അവിടെയുണ്ടായിരുന്നു. എൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും റെഡിയായി, മാർക്സിനെ കണ്ട എലിസബത്ത് പറഞ്ഞു. ഡിറ്റക്റ്റീവ് മാർക്സിനും ഡോക്ടർ ജോൺസണും ഒരു വിമാനത്തിലും എലിസബത്ത് 4 മണിക്കൂർ വൈകി പുറപ്പെടുന്ന മറ്റൊരു വിമാനത്തിലുമാണ് യാത്ര ചെയ്തത്. അവരെ വഹിച്ചുകൊണ്ടുള്ള ബോയിങ് വിമാനം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കൂടി പാരീസിലേക്ക് കുതിച്ചു. പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനം പാരീസിലേക്ക് മാത്രമുള്ളതായിരുന്നു. 8 മണിക്കൂർ സമയം കൊണ്ട് അവർ പാരീസിലെത്തി. നിയോൺ ബൾബുകൾ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചു വീണതുപോലെ നഗരത്തെ അലങ്കരിക്കുന്നത് പ്ലെയിനിലിരുന്നു കൊണ്ട് കണ്ടു. എയർപോർട്ടിൽ നിന്നവർ ഹോട്ടൽ ഡി നിവ്യയിലേക്ക് പുറപ്പെട്ടു. പാരീസിലെത്തിയാൽ മാർക്സിൻ സാധാരണ താമസിക്കുന്നത് എവിടെയായിരുന്നു? 50 നിലകളും 500-ൽ കൂടുതൽ മുറികളുള്ള ആ ഹോട്ടലിൽ ഒരു മുറി കിട്ടുക അത്ര എളുപ്പമല്ലായിരുന്നു. പരിചയമുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ടവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന ഒന്ന് ഡിറ്റക്റ്റീവ് മാർക്സിന് ലഭിച്ചു. മറ്റൊരു മുറി എലിസബത്തിന് വേണ്ടി റിസർവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എങ്കിലും 4 മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിലെത്തുവാൻ മാർക്സിൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് വിളിച്ച് വിമാനം എത്തിച്ചേരുന്ന സമയം മനസ്സിലാക്കുകയും ചെയ്തു. 10 മണിക്കേ വിമാനം എത്തുകയുള്ളൂ എന്നാണ് അറിയിച്ചിരുന്നത്. അതിനിടയ്ക്ക് എലിസബത്തിന് വേണ്ടി ഒരു മുറി റിസർവ് ചെയ്യണം, മാർക്സിൻ പറഞ്ഞു. നമുക്ക് പുറത്തേക്കിറങ്ങാം. മാർക്സിൻ പെട്ടി തുറന്ന് പാരീസിൽ യോജിച്ച തരത്തിലുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. ഒരു ടാക്സിയിൽ അവർ ഹോട്ടൽ ഡി ഡയാനയിലേക്ക് തിരിച്ചു. ഭാഗ്യത്തിന് അവർക്ക് അവിടെ ഒരു മുറി ലഭിച്ചു. ആ ഹോട്ടലിൽ നിന്നും ലഘുഭക്ഷണം കഴിച്ച ശേഷം അവർ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. പ്ലെയിനിനെത്തുവാൻ സമയമായിരിക്കുന്നു, മാർക്സിൻ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. 3 വിമാനങ്ങൾ 5 മിനിറ്റ് ഇടവിട്ട് താമസിച്ച് റൺവേയിലിറങ്ങി. പാൻ അമേരിക്കൻ വക വിമാനത്തിൽ ഗാങ് വേ പിടിപ്പിക്കുന്നത് മാർക്സിൻ ബൈനോക്കുലേഴ്സിൽ കൂടി കണ്ടു. യാത്രക്കാർ ഇറങ്ങിക്കൊണ്ടിരുന്നു. അതാ എലിസബത്ത്, മാർക്സിൻ ജോൺസണോട് പറഞ്ഞു. ഒരു വലിയ പെട്ടിയും തോളിൽ ഒരു എയർ ബാഗും അടുത്ത കൈയിൽ സൂട്ട് കേസുമായി എലിസബത്ത് എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. മാർക്സിൻ എലിസബത്തിൻ്റെ അടുത്ത് ചെന്നു. അവർ ഒരുമിച്ച് ഹോട്ടൽ ഡി ഡയാനയിലേക്ക് പോയി. യാത്രയ്ക്ക് സുഖമായിരുന്നോ? മാർക്സിൻ എലിസബത്തിനോട് ചോദിച്ചു. ഉവ്വ്, നാം ഒന്നിച്ച് യാത്ര ചെയ്യാഞ്ഞത് നന്നായി. എന്താണ് കാരണം? എൻ്റെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. നാം ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നെങ്കിൽ അവർ സംശയിക്കുമായിരുന്നു. എന്തിനും എന്താണെന്ന് എലിസബത്ത് പറഞ്ഞത്? മാർക്സിൻ ചോദിച്ചു. പാരീസിലുള്ള എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ അവധിക്കാലം കഴിച്ചു കൂട്ടാനാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഹോട്ടൽ ഡി നിവിയിലാണ് താമസിക്കുന്നത്. നാളെ അവിടെ എലിസബത്തിന് ഒരു മുറി ശരിപ്പെടുത്താമോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു. ഈ ഹോട്ടൽ എനിക്ക് പരിചയമുള്ളതല്ല, എന്നാൽ ഡി നിവിയയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. നാളെ പകൽ സമയം കൊണ്ട് നമ്മുടെ യാത്രയുടെ പദ്ധതി പൂർത്തിയാകും. പകൽ സമയം ആ ഹോട്ടലിൽ താമസിക്കാൻ കഴിഞ്ഞേക്കും. 3 പേർക്കും ഭക്ഷണം അവിടെ കൊണ്ടുവരാൻ ഫോണിൽ കൂടി ഏർപ്പാട് ചെയ്തു. പാരീസ് നഗരം ഉണർന്നതേയുള്ളൂ. മദ്യ ഷാപ്പുകളിലും നിശാ ക്ലബ്ബുകളിലും തിരക്ക് തുടങ്ങി. ആ ഹോട്ടലിലെ ഡാൻസിംഗ് ഹാളിൽ നിന്നുള്ള സംഗീതം മുറിക്കുള്ളിൽ ഘടിപ്പിച്ചിരുന്ന സ്പീക്കറിൽ കൂടി വളരെ താണ ശബ്ദത്തിൽ പ്രഹരിച്ചുകൊണ്ടിരുന്നു. മാർക്സിനും സുഹൃത്തും ഹോട്ടലിൽ നിന്നിറങ്ങി. നമുക്ക് അല്പം ബിയർ കഴിക്കാം, കാറിൽ കയറിയപ്പോൾ ഡോക്ടർ ജോൺസൺ പറഞ്ഞു. അവരൊരു ഹോട്ടലിൻ്റെ മുന്നിൽ കാർ നിർത്തി. പഴയ രീതിയിൽ സംവിധാനം ചെയ്തിരുന്ന ആ ഹോട്ടലിലെ ബാറിൽ അവർ കയറിയിരുന്നു. എന്തു വേണം? ഡയറ ചോദിച്ചു. 2 ബിയർ, മാർക്സിൻ പറഞ്ഞു.
2 വലിയ മഗ് ബെയർ അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചു. അല്പം വിസ്താരമുള്ള ആ ബാറിലേക്ക് മാർക്സിൻ കണ്ണോടിച്ചു. സാധാരണക്കാരും ഇടത്തരക്കാരുമായിരുന്നു അവിടെ അധികവും ഇരുന്നിരുന്നത്. അവരിൽ പലരും ഫാക്ടറി ജോലിക്കാരായിരുന്നുവെന്ന് അവരുടെ വേഷം കൊണ്ട് മനസ്സിലാക്കി. മുൻവശത്തിരുന്ന് സംസാരിക്കുന്ന 2 പേരെ മാർക്സിൻ ശ്രദ്ധിച്ചു. അവിടെ ഇപ്പോൾ ജോലി ഒന്നും നടക്കുന്നില്ല, ഒരാൾ പറഞ്ഞു. എന്താണ് കാര്യം? അയാളുടെ മുന്നിലിരുന്ന് ഇടയ്ക്കിടെ ചുരുട്ടുവായിൽ വയ്ക്കുകയും ബിയർ മോന്തുകയും ചെയ്ത ചെറുപ്പക്കാരൻ ചോദിച്ചു. അതൊരു കഥ പോലെയാണ്. താങ്കളത് വായിച്ചില്ലേ? ഇല്ല, ആരോ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് യഥാർത്ഥത്തിലുണ്ടായത്? ഫാക്ടറി പണിയാൻ വേണ്ടി അവിടെ നിയോഗിച്ചിരുന്ന 2 പേരെ കാണാനില്ലാതായി എന്നാണ് പറയുന്നത്. അതെങ്ങനെ? അതൊരു വിചിത്രമായ സംഭവമായിട്ടാണ് ഞാൻ വായിച്ചത്. ഫാക്ടറിക്ക് എടുത്തിരുന്ന സ്ഥലം പഴയ ഏതോ കൊട്ടാരത്തിൻ്റെ അടിത്തറയായിരുന്നു. അവിടെ കുഴിച്ചപ്പോൾ കുറേ ശവക്കല്ലറകൾ കണ്ടെത്തിയെന്നും അവിടെ മുതൽക്കാണ് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടായതെന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ജോലിക്ക് തന്നെയും ആരെയും കിട്ടുന്നില്ലെന്നാണ് കേൾവി. ഉടമസ്ഥൻ്റെ ഉറ്റ സുഹൃത്തിനെയും ഫാക്ടറിയുടെ പണിയുടെ മേൽനോട്ടം വഹിക്കുന്ന എഞ്ചിനീയറെയും ആണ് കാണാതായത്. അവർ എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കൂടാതെ അവരുടെ കൂടെ നിന്നിരുന്ന ഒരു പരിചാരകനും അപ്രത്യക്ഷനായെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് റിപ്പോർട്ടുകളിലൊന്നും വന്നു കണ്ടില്ല. അന്വേഷണങ്ങൾ നടന്നു, പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. എന്ത് തുക കൊടുത്താണ് അയാൾ ആ സ്ഥലം വിലയ്ക്ക് വാങ്ങിയതെന്നറിയാമോ? 3 കോടിയിലധികം ഫ്രാങ്കാണെന്ന് അറിഞ്ഞത്. പക്ഷേ അത് മുഴുവൻ അദ്ദേഹം നഷ്ടപ്പെടുത്തുമോ എന്നറിഞ്ഞുകൂടാ. ജോലിക്ക് നേതൃത്വം കൊടുക്കാനും ജോലി ചെയ്യാൻ ആരുമില്ലെങ്കിലും എന്തു ചെയ്യും? പിന്നീട് ഒരു നടപടിയും എടുത്തില്ലേ? ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആ സ്ഥലത്ത് പോകാൻ പലർക്കും താല്പര്യമില്ല. ഉടമസ്ഥൻ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം ഇവിടെയുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നു. ഒരു എഞ്ചിനീയറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തിട്ട് ഒരാഴ്ചയായി, പക്ഷേ ആരും വന്നില്ല. ആരെങ്കിലും ധൈര്യപ്പെട്ടിരുന്നെങ്കിൽ എത്ര ശമ്പളം കൊടുക്കാനും തയ്യാറാണ്. ആ സ്ഥലം എവിടെയാണ്? തീവണ്ടിയിൽ പോയാൽ ലിമോഗസിൽ ഇറങ്ങണം. അവിടെ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യണം. ബ്ലാങ്ക് പർവ്വതത്തിൻ്റെ താഴ്വരയാണ് സ്ഥലം. താങ്കൾ ആ സ്ഥലത്ത് പിന്നീട് പോയിട്ടുണ്ടോ? ഇല്ല. ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ അതൊരു നേട്ടമായിരുന്നു. അങ്ങനെ വന്നാൽ ഞാൻ പോകേണ്ടി വന്നേക്കും. അവരുടെ സംസാരം മാർക്സിനും ജോൺസനും അതീവ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ബിയർ മഗ്ഗിലെ പത വറ്റിക്കഴിഞ്ഞിട്ടും അവർ മഗ്ഗ് കയ്യിലെടുത്തില്ല. ആ ഹോട്ടലിൽ കയറിയത് ഒരു തരത്തിൽ ഭാഗ്യമായെന്ന് മാർക്സിന് തോന്നി. താങ്കൾ ഇവിടെയായിരിക്കൂ, ഞാൻ അല്പസമയം അവരുടെ അടുത്ത് ചെന്നിരിക്കാം. മാർക്സിൻ ബിയർ മഗ്ഗ് കയ്യിലെടുത്തുകൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് ഒഴിഞ്ഞുകിടന്ന കസേരയിലിരുന്നു. അവർ 2 പേരും മാർക്സിനെ ശ്രദ്ധിച്ചു. അവരിൽ നിന്ന് വളരെ വിഭിന്നമായ വേഷത്തോടെ കണ്ട അദ്ദേഹത്തെ അവർ ബഹുമാനത്തോടെ നോക്കി. അവർ ബിയർ കുടിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ 2 ബിയർ കൂടി പറയട്ടെ? മാർക്സിൻ അവരുടെ മുഖങ്ങളിലേക്ക് നോക്കി. അവർ സമ്മതിച്ചു. ബെയറെ വിളിച്ച് മാർക്സിൻ 2 ബിയറിന് പറഞ്ഞു. പാരീസിലെ മിക്ക ബാറുകളിലും സ്ത്രീകളാണ് ബെയർമാരായി ജോലി ചെയ്യുന്നത്. അവരിൽ ചിലർ അവിടെ വരുന്നവരോടത്ത് മദ്യപിക്കുകയും പതിവായിരുന്നു. ബിയർ കൊണ്ടുവച്ചു. ഞാൻ നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അത് എന്നെ ആകർഷിച്ചു. ഞങ്ങൾ പറഞ്ഞ സംഗതി താങ്കൾക്ക് ആകർഷണീയമായി തോന്നിയത് അത്ഭുതമായിരിക്കുന്നല്ലോ, അതിൽ ഒരാൾ പറഞ്ഞു. തീർച്ചയായും. ഞാൻ ന്യൂയോർക്കിൽ നിന്നും വരികയാണ്. ഇവിടെ വന്നത് ആ ഫാക്ടറി പണിയുന്ന സ്ഥലത്തിൻ്റെ ഉടമയെ കാണാനാണ്. അദ്ദേഹത്തെയോ? അതെന്തിനാണ്? നിങ്ങൾ സംസാരിച്ച വിഷയം തന്നെയാണ്. ഞങ്ങൾ സംസാരിച്ചത് അദ്ദേഹം പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഫാക്ടറിയെക്കുറിച്ചായിരുന്നു. ചില പ്രത്യേക കാരണത്താൽ അത് വേണ്ടെന്ന് വെച്ചു. ആ കാരണത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിൽ നിന്നും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിയർ കുടിക്കൂ. മാർക്സിൻ പോക്കറ്റിൽ നിന്നും 3 ഹാഫ് കൊറോണ ചുരുട്ടുകളെടുത്ത് 2 എണ്ണം അവരുടെ നേർക്ക് നീട്ടി. അവരെ സംബന്ധിച്ചിടത്തോളം ആ സിഗാർ വിദേശ നിർമ്മിതമായിരുന്നു. ബിയർ ഒരു ഇറക്കു കുടിച്ച ശേഷം അവർ മാർക്സിൻ നൽകിയ ഹാഫ് കൊറോണയുടെ പുറത്തുള്ള പോളിത്തീൻ കവർ സാവധാനം അഴിച്ചെടുത്തു. സിഗരറ്റിൻ്റെ പുക രുചിയോടെ അവർ അകത്തേക്ക് വലിച്ചെടുത്തു. ഞങ്ങൾ അറിഞ്ഞിടത്തോളം അവിടെ ഫാക്ടറി പണിയാൻ പോയ 2 പേരെ കാണാതായി എന്നുള്ളതാണ്. കൂടാതെ ആ സ്ഥലം അപകടം നിറഞ്ഞതാണെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ അവിടേക്ക് പോകുവാൻ ആരും ധൈര്യപ്പെടുന്നില്ല. കാണാതായവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ട് ഫലം എന്തായി? മാർക്സിൻ ചോദിച്ചു. യാതൊരു ഫലവും ഉണ്ടായില്ല. അന്വേഷണം തുടർന്ന് നടത്തുന്നുണ്ടോ? അതെങ്ങനെയാണ് അറിയാൻ കഴിയുക? അവരുടെ ഫോട്ടോകളെല്ലാം പത്രത്തിലും കൊടുത്തിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. ആ ഉടമസ്ഥനെ കാണുവാൻ എപ്പോഴാണ് സൗകര്യപ്പെടുക? അദ്ദേഹം ഓഫീസിൽ സാധാരണ വരാറില്ല. ബംഗ്ലാവിൽ ചെന്നാൽ കാണാം, പക്ഷേ അനുവാദം മുൻകൂട്ടി വാങ്ങിയിരിക്കണം. മേൽവിലാസം കിട്ടിയാൽ ഉപകാരമായിരുന്നു. അവർ തെരുവിൻ്റെ പേരും ഫ്ലാറ്റ് നമ്പറും ഫോൺ നമ്പറും പറഞ്ഞു കൊടുത്തു. രാവിലെ 8 മണിക്ക് ശേഷമേ ഫോൺ ചെയ്യാവൂ, അവർ മുന്നറിയിപ്പ് നൽകി. അതെന്താ? അദ്ദേഹം വൈകി എഴുന്നേൽക്കുന്ന പ്രകൃതക്കാരനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 12 മണിക്ക് സന്ദർശിക്കാൻ അനുമതി ലഭിച്ചേക്കും. വളരെ നന്ദി. മാർക്സിൻ എണീറ്റ് വീണ്ടും ജോൺസിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം ജോൺസിനോട് പറഞ്ഞു. 8 മണിക്ക് ശേഷം ഫോൺ ചെയ്ത് വിവരം അറിയാം. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറിയുടെ നിർമ്മാണം ഏറ്റെടുക്കാമെന്ന് പറയും. തൽക്കാലം ആ നിലയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് സത്യം തുറന്നു പറയാം. താങ്കളും കൂടെ വരുന്നത് നന്നായിരിക്കും. ആദ്യം താങ്കൾ തനിച്ച് പോകുക, പിന്നീട് നമുക്ക് ഒരുമിച്ച് പോകാം. അതാണ് നല്ലത്. അതിനിടയ്ക്ക് എനിക്ക് ഒരാളെ സന്ദർശിക്കുകയും വേണം.
ബാറിൽ തിരക്ക് കുറഞ്ഞിരുന്നില്ല. അതിനകത്ത് കടന്നവരാരും തന്നെ തിരിച്ചു പോരുന്നില്ല. അതോടൊപ്പം പുറത്തുനിന്നും ആളുകൾ വന്നുകൊണ്ടുമിരുന്നു. സീറ്റുകളിൽ ഇരിക്കാതെ കൗണ്ടറിൽ നിന്നും മദ്യം വാങ്ങി കഴിക്കുന്നവരും ഉണ്ടായിരുന്നു. സ്പീക്കറിൽ കൂടി സംഗീതോപകരണങ്ങൾ കൊണ്ട് മാത്രമുള്ള സംഗീതം പറന്നുകൊണ്ടിരുന്നു. ബേറന്മാർ ട്രേകളുമായി ചുറുചുറുക്കോടെ ഓരോ മേശയുടെയും അടുത്തെത്തിക്കൊണ്ടിരുന്നു. മങ്ങിയ വെളിച്ചം മാത്രമുള്ള ആ ബാറിൽ പ്രകാശം വളരെ കുറവായിരുന്നു. അവിടെ ഇരുന്നവരുടെ മുഖങ്ങൾ അവ്യക്തങ്ങളായിരുന്നു. ഓരോ മേശയുടെയും മധ്യഭാഗത്ത് ഒരു വൃത്താകാരത്തിൽ പതിക്കുന്ന ഷെയ്ഡോയോട് കൂടിയ ബൾബുകൾ മാത്രം ഞാന്നു കിടന്നിരുന്നു. ശരി, നമുക്കിറങ്ങാം. മാർക്സിൻ ചുരുട്ട് ആശ്രയിൽ താഴ്ത്തി വെച്ചു. അവർ ടാക്സിയിൽ ഹോട്ടലിലേക്ക് മടങ്ങി. രാവിലെ 8 മണിക്ക് വൈൻ കമ്പനി ഉടമയായ സാർത്തറിന് അവർ ഫോൺ ചെയ്തു. 10 മണിക്ക് അദ്ദേഹവുമായി സംസാരിക്കാനുള്ള അനുവാദവും അവർക്ക് ലഭിച്ചു. മാർക്സിൻ തനിച്ചാണ് സാർത്തറിനെ കാണാൻ പോയത്. ഒരു വലിയ വ്യവസായിക്ക് യോജിച്ച തരത്തിലുള്ള പടുകൂറ്റൻ ഫ്ലാറ്റായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സ്വീകരണ മുറിയിൽ 10 മിനിറ്റ് സമയം മാർക്സിൻ കാത്തിരുന്നു. അപ്പോൾ ഒരു പരിചാരകൻ വന്ന് അദ്ദേഹത്തെ അകത്തോട്ട് ക്ഷണിച്ചു. സാർത്തറിൻ്റെ ഓഫീസ് വളരെ സൗകര്യങ്ങളുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയതായിരുന്നു. അവർ പരസ്പരം സ്വയം പരിചയപ്പെടുത്തി. അപ്പോൾ താങ്കൾ ന്യൂയോർക്കിൽ നിന്നാണ് വരുന്നത് അല്ലേ? സാർത്തർ ചോദിച്ചു. അതെ, മാർക്സിൻ മറുപടി നൽകി. ഫാക്ടറിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും താങ്കൾക്ക് അറിഞ്ഞുകൂടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ചില വിവരങ്ങൾ ഞാൻ താങ്കൾ ധരിപ്പിക്കാം. അദ്ദേഹം ഒരു ഫയൽ തുറന്ന് അതിൽ നിന്ന് ഒരു കടലാസ് പുറത്തെടുത്തു. അതിൽ പാരീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി പണിയുന്ന സ്ഥലത്ത് വരെ പോകേണ്ട എല്ലാ വിവരങ്ങളും കൊടുത്തിരുന്നു. ഇതാണ് മാർഗം, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ലിമോഗസിൽ നിന്നും കാറിൽ നിങ്ങൾക്ക് 45 കിലോമീറ്റർ യാത്ര ചെയ്യണം. അവിടെ നിന്ന് യഥാർത്ഥത്തിൽ 50 കിലോമീറ്ററോളം ദൂരം ഫാക്ടറി പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനുണ്ട്. അവിടെ എത്തുവാൻ നിങ്ങൾക്ക് കുതിരവണ്ടി ലഭിച്ചേക്കും. എൻ്റെ വകയായി അവിടെ ഒരു ബംഗ്ലാവുണ്ട്. അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ആ നാട്ടുകാരെയും വീട്ടുജോലിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ പരിചാരകനായി ജോലി നോക്കിയിരുന്ന ഗർവാസിസ് എന്ന ആളെ കാണാതായി. അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവൻ ഒരുപക്ഷെ ഓടിപ്പോയതായിരിക്കാം. എന്നാൽ ഫ്രാങ്കിളുടെയും എഞ്ചിനീയറുടെയും അന്തർധാനം ഒരു അത്ഭുതമായി അവശേഷിച്ചിരിക്കുകയാണ്. അതേക്കുറിച്ച് പല അന്വേഷണങ്ങൾ നടത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞുകൂടാമെന്ന് ധൈര്യമുണ്ടെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാം. പ്രതിമാസം നല്ലൊരു തുക ശമ്പളം തരാം, സാർത്തർ പറഞ്ഞു. ഞാൻ തനിച്ചല്ല പോകുന്നത്. എൻ്റെ ഭാര്യയും കൂടെയുണ്ട്. കൂടാതെ ഒരു അകന്ന ബന്ധുവും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബ അലവൻസായി തുക കൂടുതൽ ലഭിക്കും. അവിടം വരെയുള്ള യാത്രാ ചെലവ് കമ്പനി വഹിക്കുന്നതാണ്. നാളെ രാവിലെ ടോളോസിലേക്ക് പോകുന്ന തീവണ്ടിയിൽ നിങ്ങൾക്ക് യാത്ര തിരിക്കാം. ടിക്കറ്റ് റിസർവ് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിങ്ങളുടെ നിയമ ഉത്തരവും 1 മാസത്തെ അഡ്വാൻസ് ശമ്പളവും ടിക്കറ്റും എത്തിക്കുന്നതാണ്. മാർക്സിൻ ഹോട്ടലിൻ്റെ അഡ്രസ്സും മുറിയുടെ നമ്പറും അദ്ദേഹത്തിന് നൽകി. അവിടെ നിന്ന് മാർക്സിൻ എലിസബത്ത് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി. ഡി നിവായിൽ അവർക്കൊരു മുറി ലഭിച്ചിരുന്നു. എലിസബത്തിനെയും കൂട്ടി ഡി നിവായിൽ എത്തിയപ്പോൾ ഡോക്ടർ ജോൺസൺ സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. 5 മണിക്ക് മടങ്ങി വരുമെന്നും കാണിച്ച് കത്ത് എഴുതി വച്ചിരുന്നു. മാർക്സിൻ ഒരു കാറെടുത്ത് എലിസബത്തുമായി പാരീസ് നഗരം ചുറ്റിക്കാണുവാൻ പോയി. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അത്യാവശ്യത്തിനുള്ള ചില മരുന്നുകൾ അവർ വാങ്ങി. അതിനുശേഷം ചില ഭക്ഷണ സാധനങ്ങളും അവർ വാങ്ങി. കൂടാതെ ചില ആവശ്യ ഉപകരണങ്ങളും അദ്ദേഹം കരുതി. ഒരു ഹോട്ടലിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഒരു ഫ്രഞ്ച് സിനിമ കണ്ടു. ഹോട്ടലിൽ മടങ്ങിയെത്തുമ്പോൾ ഡോക്ടർ ജോൺസൺ സ്ഥലത്തുണ്ടായിരുന്നു. താങ്കൾ എവിടെയായിരുന്നു പോയത്? മാർക്സിൻ ചോദിച്ചു. ഞാനൊരു സുഹൃത്തിൻ്റെ വസതിയിൽ പോയിരുന്നു. 125 നമ്പർ തെരുവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് വയർ ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതാണ്. ഇന്ന് പോകരുതെന്ന് നിർബന്ധിച്ചതാണ്. പക്ഷേ നമ്മുടെ പരിപാടികളെക്കുറിച്ച് നിശ്ചയമില്ലാത്തതുകൊണ്ട് പോന്നു. താങ്കൾ അദ്ദേഹത്തെ കണ്ടിട്ട് എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ? ജോൺസൺ ചോദിച്ചു. നാളെ 8 മണിക്ക് നാം യാത്ര തിരിക്കുകയാണ്. അവിടേക്കുള്ള യാത്ര ചിലവ് കമ്പനി വഹിക്കും. പണവും ടിക്കറ്റും കൊടുത്തയക്കാമെന്ന് പറഞ്ഞാണ് എന്നെ അയച്ചത്. ബാക്കിയും കാര്യങ്ങൾ ഉടൻ തന്നെ ശരിയാക്കണം. അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു. എലിസബത്ത് വാതിൽ തുറന്നു. ഒരു അപരിചിതൻ വാതിൽക്കൽ നിൽക്കുന്നു. അയാൾ ഒരു കവറും ഒരു പാക്കറ്റും എലിസബത്തിൻ്റെ കൈവശം കൊടുത്തു. അതിൽ കൊടുത്തിരുന്ന മേൽവിലാസം വായിച്ചു നോക്കിയ ശേഷം സംശയദൃഷ്ടിയോടെ എലിസബത്ത് മാർക്സിൻ്റെ മുഖത്തേക്ക് നോക്കി. കയറി വരൂ, മാർക്സിൻ അയാളെ വിളിച്ചു. അയാൾ കടന്നു വന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? മാർക്സിൻ ചോദിച്ചു. മോൺസിയർ, സാർത്തർ തന്നയച്ചാണ്. പണവും റെയിൽവേ ടിക്കറ്റും ഇതിനുള്ളുണ്ട്. എലിസബത്തിൻ്റെ കയ്യിൽ നിന്നും മാർക്സിൻ അത് വാങ്ങി പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പണവും അപ്പോയിൻമെൻറ്റ് ഓർഡറും റെയിൽവേ ടിക്കറ്റുകളും അതിനുള്ളുണ്ടായിരുന്നു. അയാൾ വണങ്ങിയ ശേഷം തിരിച്ചുപോയി. അവർ യാത്രയെക്കുറിച്ച് അല്പസമയം ചർച്ച ചെയ്തു. താമസിക്കാൻ അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്നാണ് സാർത്തർ പറഞ്ഞത്. അതുകൊണ്ട് താമസ സൗകര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ലെന്ന് തീർച്ചയായി. ചിലപ്പോൾ ഒരു പരിചാരകനെയും ലഭിച്ചെങ്കിലായി, മാർക്സിൻ പറഞ്ഞു. പഴയ രീതിയിലുള്ള കെട്ടിടമായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നത് എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. ചിമ്മിനിയും അതിൽ നിന്ന് ലഭിക്കുന്ന കൃത്രിമമല്ലാത്ത ചൂട് അനുഭവിച്ചിട്ട് വളരെ നാളുകളായി. ജോൺസൺ പൂർവ്വകാലങ്ങളിലേക്ക് തൻ്റെ ഓർമ്മകളെ തിരിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു. പാശ്ചാത്യ നാടുകളെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളിൽ പഴയ കാലത്തെ ചിമ്മിനികളെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞു.
ആ സ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി കൊണ്ട് പ്രവർത്തിച്ച് ചൂട് നൽകുന്ന യന്ത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പുരാതനമായ രീതികളെ ഒരു ഫാഷനു വേണ്ടി സൂക്ഷിക്കുന്നവരുണ്ട്. ഡോക്ടർ ജോൺസനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തെ പതിഞ്ഞ കെട്ടിടങ്ങളും ലോങ് ക്യാബിനുകളും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല നഗരത്തിൽ നിന്നും അകന്നു മാറി കഴിഞ്ഞുകൂടുന്നതിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഫ്രാൻസിൽ കഴിഞ്ഞുകൂടുന്നത് താങ്കൾക്ക് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ? ഡോക്ടർ ജോൺസൺ ചോദിച്ചു. ഫ്രാൻസിലെ നഗരങ്ങൾ എനിക്കിഷ്ടമില്ല. എന്നാൽ ഉൾനാടൻ പ്രദേശങ്ങൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫ്രാൻസിൽ കഴിഞ്ഞുകൂടിയ ആ നാളുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം വന്നു കാണുമെന്ന് ഞാൻ കരുതുന്നു. മാക്സിൻ ഒരു ഹാഫായി കൊറോണയ്ക്ക് തീ കൊടുത്തുകൊണ്ട് എലിസബത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എലിസബത്ത് അവർ ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് മുറിയുടെ ഒരരികിൽ കിടന്നിരുന്ന കസേരയിൽ ഇരിക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ ഹീറ്റർ യന്ത്രത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്ന ചൂട് വ്യാപിച്ചിരുന്നു. എലിസബത്ത് ലോലമായ ഒരു ഫ്രോക്കായിരുന്നു ധരിച്ചിരുന്നത്. മണി 9:30. രാത്രിയിലെ പാരീസ് നഗരം കാണേണ്ടേ? ഡോക്ടർ ജോൺസൺ മാർക്സിൻ്റെ മുഖത്തേക്ക് നോക്കി. എലിസബത്ത് എന്തു പറയുന്നു? എമിലി സോളയുടെ പാരീസ് നഗരം കാണുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം. എന്തു പറയുന്നു? മാർക്സിൻ എലിസബത്തിൻ്റെ മുഖത്തേക്ക് കണ്ണോടിച്ചു. തീർച്ചയായും. എലിസബത്ത് ഒരുക്കമായിരുന്നു. എങ്കിൽ പാരീസിന് യോജിച്ച രീതിയിൽ വേഷം മാറൂ, മാർക്സിൻ പറഞ്ഞു. എലിസബത്ത് അവളുടെ മുറിയിലേക്ക് പോയി. മിനിറ്റുകൾക്കകം എലിസബത്ത് റോസ് നിറത്തിലുള്ള ഒരു ഫ്രോക്കും അതിന് യോജിച്ച ഒരു പവിഴമാലയും കർണാഭരണങ്ങളും ധരിച്ചുകൊണ്ട് തിരിച്ചു വന്നു. കൊള്ളാം, നല്ല വേഷം. എലിസബത്തൊരു ഞാനായാണ്, മാർക്സിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരവ പ്രകൃതക്കാരനായ ഡിറ്റക്റ്റീവ് മാർസിൻ അപൂർവമായി മാത്രമേ ഫലിതക്കാരൻ ആവാറുള്ളൂ. മാർക്സിൻ്റെ വാക്കുകൾ കേട്ട് ഡോക്ടർ ജോൺസൺ മന്ദഹസിച്ചു. മധ്യവയസ്കനായ ജോൺസന്റെ നയനങ്ങൾ അവർ ഇരുവരെയും ഒഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സംതൃപ്തി നിറഞ്ഞു. ലോകപ്രശസ്തനായ ഡിറ്റക്റ്റീവ് മാർക്സിനാണോ തൻ്റെ മുമ്പിൽ ഒരു കാമുകനെ പോലെ നിൽക്കുന്നതെന്ന് ജോൺസൺ അത്ഭുതപ്പെട്ടു. മാർക്സിൻ ഒരു നീല സ്യൂട്ട് ധരിച്ചു. ഇപ്പോൾ താങ്കളെ കണ്ടാൽ പാരീസിലെ ഒരു കോളേജ് കുമാരനാണെന്നേ തോന്നുകയുള്ളൂ. എലിസബത്ത് ഒരു കമൻറ്റ് പാസ്സാക്കി. ഇനി നിങ്ങൾ താമസിക്കേണ്ട, ഉടൻ തന്നെ പുറപ്പെട്ടോളൂ, ജോൺസൺ നിർബന്ധിച്ചു. അവർ അവിടെ നിന്നിറങ്ങി. ഒരു ടാക്സിയിൽ അവർ പാരീസിൻ്റെ ഹൃദയഭാഗത്തേക്ക് പോയി. വിളക്കുകളുടെ നഗരമെന്ന് പാരീസിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന സെയ്നി നദിയുടെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന പാരീസ് എല്ലാ തരത്തിലുമുള്ള വിനോദങ്ങളെയും ആസ്ഥാനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നിശാ ക്ലബ്ബും അതോടൊപ്പം ഒരു വേശ്യാലയവും ചേർന്ന അനുഭവമാണ് പാരീസിലെത്തുന്ന ഒരാൾക്കുണ്ടാകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ലൈംഗിക ആഭാസത്തിൻ്റെ കലവറയെന്ന് വേണമെങ്കിലും പറയാം. പാരീസിലെ നിശാ ക്ലബ്ബുകളിൽ പോയിട്ടുണ്ടോ? കാറിൽ വെച്ച് മാക്സിൻ ചോദിച്ചു. ഇല്ല, എലിസബത്ത് പറഞ്ഞു. സാധാരണ പുരുഷനും സ്ത്രീയും കൂടി അവിടെ പോകാറില്ല. അതെന്താ? അവൾ ചോദിച്ചു. സ്ത്രീകളെ അവിടെ കിട്ടും. ബോർഡല്ലോ കം നൈറ്റ് ക്ലബ് എന്ന സ്ഥാപനങ്ങളിൽ എന്തും കിട്ടും. ലോകത്തിലെങ്ങുമില്ലാത്ത ജീവിത രീതികളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ നഗരത്തിൽ 112 ദേവാലയങ്ങളുണ്ട്. എന്നാൽ നിശാ ക്ലബ്ബുകളുടെ എണ്ണം 160. ഈ ക്ലബ്ബുകൾ വേശ്യാലയങ്ങളാണെന്ന് ഓർക്കണം. മാർക്സിൻ ചുരുട്ടിൻ്റെ ചാരം സീറ്റിൻ്റെ വലതുവശത്തുള്ള ആശ്രയിൽ തട്ടിയിട്ടു. 2 പേർക്ക് കോണിയാക്ക് നൽകിക്കഴിഞ്ഞാൽ തന്നെ സമർപ്പിക്കുന്ന ചെറുപ്പക്കാരികൾ ആ ക്ലബ്ബിലുണ്ട്. അതുപോലെ സ്വന്തമായി ആനന്ദിക്കുവാൻ സാമ്പത്തിക കുടുംബങ്ങളിലെ പെൺകുട്ടികളും അവിടെയുണ്ട്. അതുപോലെ തെരുവിലുള്ള അവസ്ഥയും. കാർ നിർത്തൂ, പെട്ടെന്ന് മാർക്സിൻ പറഞ്ഞു. ഡ്രൈവർ കാർ നിർത്തി. തെരുവ് വിളക്കിൻ്റെ മുന്നിൽ ഒരു യുവതി നിൽക്കുന്നത് മാർക്സിൻ എലിസബത്തിനെ ചൂണ്ടിക്കാണിച്ചു. ഈ സമയത്ത് അവൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് നിനക്കറിയാമോ? മാർക്സിൻ ചോദിച്ചു. അറിഞ്ഞുകൂടാ. കാർ വിട്ടോളൂ, മാർക്സിൻ ഡ്രൈവറോട് പറഞ്ഞു. കാർ മുന്നോട്ട് പാഞ്ഞു. അകലെ നിന്ന് നോക്കിയാൽ എല്ലാവരും ചെറുപ്പക്കാരികളാണ്. എന്നാൽ അടുത്ത് ചെല്ലുമ്പോഴാണ് വിവരം അറിയുക. പകൽ സാധാരണ ഇവരാരും ഇറങ്ങി നടക്കാറില്ല. കാരണം അവരുടെ സൗന്ദര്യ രഹസ്യം ആരെങ്കിലും മനസ്സിലാക്കി കളയുമല്ലോ. ലിസ്റ്റ് ചെയ്യാറുള്ളത് പോലെയാണ് അവർ നടക്കാറുള്ളത്. ഒരു ബാറിലെ മെഴുകുതിരി വെളിച്ചത്തിന് മുന്നിൽ അവർ അതീവ സുന്ദരികളായിരിക്കും. ലൈംഗിക ദേവതകളുമായിരിക്കും. അതുപോലെ വൃദ്ധകളും ഈ രംഗത്തുണ്ട്. അവർ കൂടുന്ന ചില ബാറുകളുണ്ട്. അവയ്ക്ക് മേഴ്സൺ ദ്യൂ എന്നാണ് പേര്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹൗസ് ഓഫ് ഗോഡ് എന്നാണ്. അവിടെ എത്തുന്നത് 60നോട് പ്രായമെത്തിയ സ്ത്രീകളാണ്. സെക്സ് ഏത് രീതിയിലും നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്യും. ഇരുവശവും പ്രകാശിച്ചു നിന്നിരുന്ന നിയോൺ ബൾബുകളെ പിന്നോട്ട് നീക്കിക്കൊണ്ട് കാർ സെയ്നി നദിയുടെ പാലത്തിൽ കയറി. ആ കാണുന്ന ഹോട്ടലിൽ നമുക്ക് കയറാം, മാർക്സിൻ കാർ നിർത്തുവാൻ പറഞ്ഞു. ഒരു നൈറ്റ് ക്ലബിൻ്റെ മുന്നിൽ കാർ നിന്നു. അത് സാമാന്യ ചിലവ് കൂടിയ ഒരു ക്ലബ്ബായിരുന്നു. ടാക്സി ഡ്രൈവർക്ക് പണം നൽകിയ ശേഷം മാർക്സിനും എലിസബത്തും അകത്തു കടന്നു. എന്താ വേണ്ടത്? ഒരു മേശക്കരികിൽ ഇരുവരും ഇരുന്ന ശേഷം മാർക്സിൻ ചോദിച്ചു. എനിക്ക് ബിയർ മതി, എലിസബത്ത് പറഞ്ഞു. ഞാനും അതാണ് ഉദ്ദേശിച്ചത്. കോണിയാക്ക് എനിക്കും പിടുത്തമില്ല. അടുത്തു വന്ന യുവതിയോട് 2 ബിയർ കൊണ്ടുവരാൻ മാർക്സിൻ പറഞ്ഞു. 6 അടി അകലത്തിലിട്ടിരിക്കുന്ന മേശയ്ക്കരികിലായി ജോഡി ചേർന്ന് സ്ത്രീ പുരുഷന്മാർ ഇരുന്നു മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. അവരെല്ലാം ഫ്രഞ്ച് ബ്രാൻഡിയായ കോണിയാക്കാണ് മോന്തിക്കൊണ്ടിരുന്നത്. ചിലർ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. സ്ത്രീകൾ പുരുഷന്മാരെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് അവർ ചൂടുവെച്ച് നൃത്തം ചവിട്ടി. ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗവും പുറത്തു കാട്ടിയ ഒരു യുവതി 2 മഗ് ബിയർ അവരുടെ മുന്നിൽ കൊണ്ടുവച്ചു. അവൾ അർത്ഥം വെച്ച ഒരു നോട്ടം മാർക്സിൻ്റെ നേർക്കെറിഞ്ഞുകൊണ്ട് കടന്നുപോയി. വികാരത്തിന് തീക്കൊള്ളുന്ന അവിടെയുള്ള രംഗങ്ങൾ കണ്ടുകൊണ്ട് മാർക്സിനും എലിസബത്തും ഇരുന്നു.
അല്പസമയം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് മാന്യൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ അകത്ത് കടന്നു. അയാൾ ഒരു പൈപ്പ് കടിച്ചു പിടിച്ചിരുന്നു. വളരെ വില കൂടിയ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. നല്ല ഉയരവും ആരോഗ്യവുമുള്ള അയാൾ ആ ഹോട്ടലിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഇരുന്ന് ഇരകളെ കാത്തുകൊണ്ടിരുന്ന യുവതികളുടെ കണ്ണുകൾ അയാളുടെ നേർക്ക് തിരിഞ്ഞു. ഏതാണ്ട് മധ്യഭാഗത്ത് കിടന്ന ഒരു മേശക്കരികിലിട്ടിരുന്ന കസേരയിൽ അയാൾ ഇരുന്നപ്പോൾ അവിടെ ഇരുന്നിരുന്ന 2 പേർ ആദരവോടെ എണീറ്റ് മാറി അടുത്ത കസേരയിലേക്ക് നീങ്ങി. ആ ക്ലബിൻ്റെ മാനേജറായ മധ്യവയസ്കയായ സ്ത്രീ അയാളുടെ അടുത്ത് ചെന്ന് അഭിവാദ്യം ചെയ്തു. അടുത്ത നിമിഷം കോണിയാക്കും ചെറിയ ഉപദംശങ്ങളും കൊണ്ട് മാദകത്വം നിറഞ്ഞൊഴുകുന്ന ഒരു യുവതി അയാളുടെ അടുത്ത് വന്നു നിന്നു. അവൾ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് അദ്ദേഹത്തെ മയക്കുവാൻ തുടങ്ങി. എന്നാൽ അയാൾ അതൊക്കെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. യുവതി മദ്യം അവിടെ വെച്ച ശേഷം പിന്തിരിഞ്ഞപ്പോൾ 4 യുവതികൾ അയാളുടെ അടുത്ത് ചെന്നു. അവരുടെ കൊഴുത്ത മാരടങ്ങളും ഉരുണ്ട തുടകളും അയാളുടെ ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം ചേർന്ന് നിൽക്കുന്നതിൽ അവർ മത്സരിച്ചു. പാമ്പുകൾ പുളയുന്നതുപോലെ ആ യുവതികൾ അയാളുടെ അടുത്തുനിന്ന് തങ്ങളുടെ മാംസള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ വ്യാപൃതരായി. എന്നാൽ അയാൾ അപ്പോഴും നിർവികാരനായി ഇരുന്നതേയുള്ളൂ. മാനേജരായ സ്ത്രീ അത് മനസ്സിലാക്കി. അയാളൊരു വലിയ പണക്കാരനും പതിവുകാരനുമാണെന്ന് തോന്നുന്നു, മാക്സിൻ പറഞ്ഞു. അതെ, ഞാനും അത് സൂക്ഷിച്ചിരിക്കുകയാണ്, എലിസബത്ത് മന്ത്രിച്ചു. അയാൾ മുറിയിൽ കയറിയ ഉടനെ ഈ മുറിയിൽ മുഴുവൻ ഒരു വീക്ഷണം നടത്തിയിരുന്നു. ആ നോട്ടത്തിൽ എലിസബത്തും പെട്ടിരുന്നു. അയാൾക്ക് ഒന്നും തന്നെ തൃപ്തിയായില്ലെന്ന് തോന്നുന്നു. മാക്സിൻ ഒരു ഹാഫ് കൊറോണ എടുത്ത് അതിൻ്റെ കവർ ഊരി എടുക്കുവാൻ ശ്രമിച്ച ശേഷം അത് കോട്ടിൻ്റെ പോക്കറ്റിൽ തന്നെ തിരികെ വെച്ചു. അതെ, എലിസബത്ത് മകിനുള്ളിൽ പറ്റിപ്പിടിച്ചിരുന്ന ബിയറിൻ്റെ പത വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് വലിച്ചെടുത്തുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ നിന്നെ ശ്രദ്ധിച്ചതായി തോന്നി, മാക്സിൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് പറഞ്ഞു. ഉവ്വ്, ഞാനും അത് കണ്ടിരുന്നു. അയാൾ ചിലപ്പോൾ എന്നെയാണോ ഉന്നം വയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. താങ്കൾക്കങ്ങനെ തോന്നിയോ? എലിസബത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതാണല്ലോ ഞാൻ ബിയർ മുഴുവനും കുടിച്ചു തീർക്കാതിരിക്കുന്നത്. അതുവരെ അയാൾക്ക് ചുറ്റും നിന്നിരുന്ന യുവസുന്ദരികൾ ആടിക്കൊഴിഞ്ഞ് നടന്നുപോയി. ഇത് ശ്രദ്ധിച്ചിരുന്ന മാനേജർ അടുത്തു വന്നു. അവർ തമ്മിൽ എന്തോ പിറുപിറുക്കുന്നത് മാർക്സിനും എലിസബത്തും കണ്ടു. ഗ്ലാസ്സിൽ ശേഷിച്ചിരുന്ന കോണിയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അയാൾ നടന്ന് മാർക്സിൻ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് വന്നു. എലിസബത്തിൻ്റെ അടുത്തെത്തി അയാൾ അവളെ അല്പസമയം നോക്കി നിന്നു. അയാൾ അവളെ നോക്കി മന്ദഹസിച്ചു. വരൂ, നമുക്ക് ഡാൻസ് ചെയ്യാം. അയാൾ എലിസബത്തിനെ ക്ഷണിച്ചു. ക്ഷമിക്കണം, അവൾ ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു. എന്ത് തുക വേണമെങ്കിലും തരാൻ തയ്യാറാണ്. അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് ഫ്രാങ്കിൻ്റെ നോട്ടുകൾ വലിച്ചെടുത്തു. ഇല്ല, ഡാൻസ് ചെയ്യാൻ സാധ്യമല്ല, അവൾ തർപ്പിച്ചു പറഞ്ഞു. അയാൾ യാതൊരു അക്ഷരവും പറയാതെ തിരിഞ്ഞു പഴയ സ്ഥാനത്ത് ചെന്നിരുന്നു. ഡിറ്റക്റ്റീവ് മാർസിൻ യാതൊന്നും ഉരിയാടാതെ അയാളുടെ ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്ക് മഗ്ഗി കയ്യിലെടുത്ത് അല്പം ബിയർ കഴിക്കുകയും ചെയ്തു. മാനേജർ സ്ത്രീ അയാളുടെ അടുത്ത് ചെന്ന് എന്തോ അടക്കം പറഞ്ഞു. അതിനുശേഷം അവർ പിന്തിരിഞ്ഞ് അപ്രത്യക്ഷയായി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറുകിയ വസ്ത്രം തയ്ച്ച ദീർഘകായനായ ഒരാൾ ഒരു ചുരുട്ടും പുകച്ചുകൊണ്ട് മാർക്സിൻ്റെ നേർക്ക് നടന്നു വന്നു. അയാൾക്ക് മാർക്സിനേക്കാളും ഉയരവും തടിയും ഉണ്ടായിരുന്നു. പറ്റേ വെട്ടി നിർത്തിയ താടിയുള്ള അയാളുടെ മുഖം പരുക്കനായിരുന്നു. അയാൾ കസേരയിലിരുന്നു. 2 മണിക്കൂർ സമയത്ത് ഈ യുവതിയെ ഒന്ന് വിട്ടുതരുന്നതിൽ വിരോധമില്ലല്ലോ, അയാൾ പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു. മാർക്സിൻ പോക്കറ്റിൽ കിടന്ന ചുരുട്ട് പുറത്തെടുത്ത് അതിൻ്റെ പോളിത്തീൻ കവർ സാവധാനം ഊരിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. യാതൊരു ഭാവഭേദവും പ്രകടിപ്പിക്കാതെ അദ്ദേഹം സിഗാറിന് തീ കൊടുത്തു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, അയാൾ ആവർത്തിച്ചു. എനിക്ക് കേൾക്കാം. മാർക്സിൻ സിഗാറിൻ്റെ പുക ഊതിവിട്ടു. ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു, അയാൾ എണീക്കാൻ ഭാവിച്ചു. ഇരിക്കൂ. ആർക്കു വേണ്ടിയാണ്? നിങ്ങൾക്കാണെങ്കിൽ പണം ഉടൻ വേണം, മാർക്സിൻ പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയാണ്. അവൻ അയാളെ ചൂണ്ടിക്കാണിച്ചു. അയാൾ ആരാണ്? ഒരു വലിയ കോടീശ്വരനാണ്. ട്രാക്ടർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ്. ഏതായാലും നിങ്ങളുടെ ഗേൾഫ്രണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് സാധാരണ ആരെയും ഇഷ്ടപ്പെടുന്നതല്ല, അവൻ പറഞ്ഞു. എങ്കിൽ അദ്ദേഹത്തിന് വന്ന് ആവശ്യപ്പെടാമല്ലോ, അതല്ലേ നല്ലത്, മാർക്സിൻ ചോദിച്ചു. ഇങ്ങനെ സംസാരിച്ച് സമയം കളവാനല്ല ഞാൻ വന്നത്, അല്ലേ ജിം? അവൻ തലയുയർത്തി മാർക്സിൻ്റെ പിന്നിലായി അപ്പോൾ നിന്നവരോട് ചോദിച്ചു. അദ്ദേഹത്തോട് വരാൻ പറയൂ, മാർക്സിൻ പറഞ്ഞു. ഇവിടെ ഒരു സംഘടന ഉണ്ടാകുന്നത് ശരിയല്ല, ജിം എന്നവൻ പറഞ്ഞു. അങ്ങനെയാണോ? മാർക്സിൻ സാവധാനം എണീറ്റു. സംഘടന ഉണ്ടാക്കാതെ ഇവളെ വിട്ടുതരണം അല്ലേ? മാർക്സിൻ്റെ കണ്ണുകൾ തിളങ്ങി. അതെ, അവൻ പറഞ്ഞു. മാർക്സിൻ്റെ ഇരുകൈകളും ഒരേ സമയത്ത് പ്രവർത്തിച്ചു. 2 പേരും നിലംപതിച്ചു. എന്നാൽ അങ്ങനെയൊരു സംഭവം അവിടെ നടന്നതായി ഭാവിക്കാതെ മാർക്സിൻ കസേരകളിലിരുന്നു മഗ്ഗിൽ ശേഷിച്ച ബിയർ കുടിക്കാൻ തുടങ്ങി. താടിയിലും മാറിലും ഇടിയേറ്റ് അവർ താഴെ നിന്നും എണീറ്റു വേച്ച് ഒരു മൂലയിലേക്ക് പോയി മറഞ്ഞു. എന്നാൽ അവിടെ മേശയ്ക്ക് ചുറ്റും ഇരുന്നവരിൽ ആരും തന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല. അവർ തിരിഞ്ഞു നോക്കിയ ശേഷം തങ്ങളുടെ അടുത്തിരുന്ന സ്ത്രീകളുമായി സല്ലപിച്ചിരുന്നു. നമുക്ക് പോകാം, എലിസബത്ത് പറഞ്ഞു. ഉടൻ പോകുന്നത് ശരിയല്ല. എന്താ, ഭയമാണോ? മാർക്സിൻ ചോദിച്ചു. അല്ല, നാം ഇപ്പോൾ പോകുന്നത് ശരിയല്ല. ഈ സംഭവം ഇവിടുത്തെയൊരു സാധാരണ ചടങ്ങാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് വരേണ്ടതല്ലേ? എന്നാൽ നാം എണീറ്റ് പോയാൽ അവർ നമ്മെ പിന്തുടർന്നെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പരിശോധിക്കാം. മാർക്സിൻ സിഗാറിന് തീ കൊളുത്തി അലസമാട്ടിലിരുന്നു. അവർക്ക് അല്പം മുന്നിലായി ഇരുന്നിരുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞ ആൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ഒരു ജാള്യത അനുഭവപ്പെട്ടിരുന്നു. മാനേജർ സ്ത്രീ അയാളുടെ അടുത്തേക്ക് ചെന്ന് എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അയാൾ കുറേ ഫ്രാങ്ക് നോട്ടുകൾ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവർ അതുമായി കൗണ്ടറിൽ ചെന്നു.
അവിടെ പറ്റിയ താടി വളർത്തി ഉയരമുള്ള ഒരാൾ മദ്യം കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. കാഴ്ചയിൽ അവൻ ഒരു തെമ്മാടിയാണെന്ന് തോന്നിച്ചിരുന്നു. ആ സ്ത്രീ അവനോടെന്തോ പിറുപിറുത്തു. അവൻ തിരിഞ്ഞ് മാർക്സിനെ സൂക്ഷിച്ചു. അതിനുശേഷം നിറഞ്ഞ ഒരു കുപ്പി കോണേക്കുമായി അവിടെ നിന്ന് മാർക്സിൻ്റെ നേർക്ക് നടന്നു വന്നു. അവൻ ആ കുപ്പി മാർക്സിൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ശക്തിയായി അവൻ കുപ്പി മേശയിൽ ഇടിക്കുകയാണ് ചെയ്തത്. അതൊരു ഭീഷണി പ്രയോഗമാണെന്ന് മാർക്സിന് തോന്നി. താങ്കൾ എന്താ ബിയർ തന്നെ കുടിക്കുന്നത്? അല്പം കോണേക്ക് കൂടി ആവരുതോ? ഇല്ല, ഞാൻ കോണേക്ക് കുടിക്കാറില്ല, മാർക്സിൻ സിഗാർ വായിൽ നിന്നെടുക്കാതെ പറഞ്ഞു. എന്നാൽ എനിക്കും വേണ്ട. പെട്ടെന്ന് അവൻ ചാടി എണീറ്റ് കുപ്പി മേശയിൽ ഊക്കോടെ അടിച്ചു. കുപ്പിയുടെ അടിവശം വിട്ടു. കോണാക്ക് മേശയിൽ ഒഴുകി. വസ്ത്രത്തിൽ വീഴാതെ എലിസബത്ത് എണീറ്റു. കൂർത്തുനിന്ന നഗരങ്ങളുള്ള ആ കുപ്പിയുമായി അവൻ മാർക്സിൻ്റെ മുഖത്തിന് നേർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞു വന്നു. എന്നാൽ അദ്ദേഹം മിന്നൽ വേഗത്തിൽ ഇടതു കൈകൊണ്ട് കസേര ഉയർത്തി ആ കുപ്പി തടയുകയും ഒപ്പം വലതു കാൽ കൊണ്ട് അവൻ്റെ അടിവയറ്റിൽ ചവിട്ടുകയും ചെയ്തു. അവൻ തറയിൽ മലർന്നു വീണു. തറയിൽ വീണു കിടന്നിരുന്ന കുപ്പിയുടെ മൂട്ടിലാണ് അവൻ പതിച്ചത്. കത്തി പോലെ ഉയർന്നു നിന്ന കുപ്പിച്ചില്ല് അവൻ്റെ പുറത്ത് ആഴ്ന്നു കയറി. അവൻ തറയിൽ കിടന്നു പുളഞ്ഞു. അപ്പോഴോ മാർക്സിൻ യാതൊരു ഭാവവ്യത്യാസവും പ്രകടിപ്പിക്കാതെ അടുത്തതായി ഒഴിഞ്ഞു കിടന്നിരുന്ന മേശക്കരികിൽ പോയിരുന്നു. എലിസബത്തും അദ്ദേഹത്തെ അനുഗമിച്ചു. അടുത്തുകൂടി കടന്നുപോയ ഒരു ബയറെ വിളിച്ച് അദ്ദേഹം 2 ബയറിന് ഓർഡർ കൊടുത്തു. ആ സമയം 2-3 പേർ തറയിൽ വീണു കിടന്ന ആളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ആരും തന്നെ മാർക്സിനോട് അതേക്കുറിച്ച് ചോദിച്ചില്ല. ബിയർ കൊണ്ടുവന്നു. ഇവിടെ വരൂ, മാർക്സിൻ ബയറെ വിളിച്ചു. അവൾ അടുത്ത് വന്നു. നിങ്ങളുടെ മാനേജറെ ഞാൻ വിളിക്കുന്നതായി പറയുക, മാർക്സിൻ ആവശ്യപ്പെട്ടു. ഉടൻ പറയാം മോൺസിയർ. അവൾ വണങ്ങിയ ശേഷം പോയി. അവൾ കൗണ്ടറിൽ ചെന്നു. പറഞ്ഞ ഉടനെ തന്നെ മാനേജർ മാർക്സിൻ്റെ അടുത്ത് വന്നു. എന്ത് വേണം മോൺസിയർ? അവൾ ഭവ്യതയോടെ ചോദിച്ചു. നിങ്ങളാ ഇരിക്കുന്ന മനുഷ്യനോട് ഇങ്ങോട്ട് വരാൻ പറയൂ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയൂ, മാർക്സിൻ കനത്ത സ്വരത്തിൽ പറഞ്ഞു. ആ സ്ത്രീ ഉടൻ തന്നെ അയാളുടെ അടുത്ത് ചെന്നു. അയാൾ എണീറ്റ് മാർക്സിൻ്റെ അടുത്ത് വന്നു. എന്താണ് മോൺസിയർ? അയാൾ ചോദിച്ചു. നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? മാർക്സിൻ ചോദിച്ചു. ഇല്ല, അയാൾ പറഞ്ഞു. അവിടെ ഇരിക്കൂ, മാർക്സിൻ പറഞ്ഞ ഉടനെ അയാൾ അനുസരിച്ചു. നിങ്ങൾ കാരണം 3 പേർ എൻ്റെ കൈയുടെ കാലിൻ്റെയും സ്പർശന സുഖം അറിഞ്ഞു. ഇനി നിങ്ങൾ കൂടി അതറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മാർക്സിൻ സിഗാർ ചുണ്ടിൽ വെച്ചു. അയാൾ പരുങ്ങി. ഈ ഇരിക്കുന്ന സ്ത്രീ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ചിക്കാഗോയിൽ നിന്നും വരികയാണ്. ഇവളൊരു കോൾ ഗേൾ ആണെങ്കിൽ കൂടി എൻ്റെ കസ്റ്റഡിയിലാണല്ലോ. അതുപോട്ടെ, ഇനി ആരെങ്കിലും ഈ ക്ലബിലുണ്ടോ? എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയതിന് നിങ്ങൾ എന്ത് പരിഹാരം ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്? മാർക്സിൻ ചോദിച്ചു. നിങ്ങൾ വിദേശിയാണോ? കാശിയിലൊരു ഫ്രഞ്ചുകാരനാണെന്ന് തോന്നി. അത് സാരമില്ല. നിങ്ങൾക്ക് എന്നോട് എതിരിടണമെന്നുണ്ടോ? മാർക്സിൻ ചോദിച്ചു. ഞാനും അത്ര മോശമൊന്നുമല്ല. നിങ്ങൾ താഴെയിട്ട 3 പേരെയും അതിൽ കുറഞ്ഞ നിമിഷത്തിൽ തറ പറ്റിക്കുവാൻ എനിക്ക് കഴിയും. ഈ സ്ത്രീ ഒരു കോൾ ഗേൾ ആണെന്ന് തോന്നുന്നു. അവർ 2 ദിവസം എൻ്റെ കൂടെ താമസിക്കുന്നതിന് എന്ത് വേണം? അയാൾ തിരക്കി. ആ സ്ത്രീയോട് ചോദിക്കൂ, മാർക്സിൻ ചുരുട്ട് ആശ്രയിൽ വെച്ചു. എന്ത് ചോദിക്കുവാൻ? ഈ നിമിഷം മുതൽ ഈ സ്ത്രീ എൻ്റേതാണ്. അയാൾ കൈ ഉയർത്തി. മാർക്സിൻ്റെ വലത് കൈത്തല കത്തി പോലെ അയാളുടെ കൈത്തണ്ടയിൽ പതിഞ്ഞു. അതോടെ ഇടത് കൈ പിൻകഴുത്തിലും ശക്തിയോടെ കൊണ്ടു. ആ സമയം അവിടെ മേശക്കരികിൽ മദ്യപിച്ചു കൊണ്ടിരുന്നവർ എണീറ്റു. അയാൾ മുന്നോട്ട് വീണെങ്കിലും പെട്ടെന്ന് ചാടി എണീറ്റു. ഒരു വ്യാഗ്രത പോലെ അയാൾ മാർക്സിൻ്റെ നേർക്ക് ചാടി വന്നു. മാർക്സിൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അവർ എല്ലാവരും ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റത് കണ്ടപ്പോൾ തന്നെ തൻ്റെ എതിരാളി അത്ര മോശക്കാരനല്ലെന്നും അയാൾ ഒരു തെമ്മാടി നേതാവാണെന്നും മാർക്സിൻ ഊഹിച്ചു. അവർ ആര് ജയിക്കുമെന്നറിയാൻ നോക്കി നിൽക്കുകയാണ്. മാർക്സിൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. അയാൾ മേശയിൽ കമിഴ്ന്നു വീണു. വീണ്ടും അയാൾ എണീറ്റു. മാർക്സിൻ്റെ നേർക്ക് അയാൾ മുഷ്ടി ഓങ്ങി. മാർക്സിൻ അയാളുടെ കൈക്ക് കടന്നു പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഇരുമ്പു കൈ അയാളുടെ കൈത്തണ്ടയിൽ അമർന്നു. വിരലുകൾ അയാളുടെ മാംസത്തിൽ ആഴ്ന്നിറങ്ങി. ആ നിൽപ്പിൽ മാർക്സിൻ്റെ ഇടത് കൈ അയാളുടെ താടിയിൽ പതിഞ്ഞു. അയാൾ പിന്നോട്ട് മറിഞ്ഞെങ്കിലും മാർക്സിൻ കൈവിട്ടില്ല. വീണ്ടും മാർക്സിൻ്റെ കൈ അയാളുടെ താടിയിൽ പതിഞ്ഞു. അയാൾ വീണ്ടും പുറകിലേക്ക് ആഞ്ഞു. ഇത്തവണ അയാളുടെ വായിൽ നിന്നും രക്തമൊഴുകി. മാർക്സിൻ അയാളെ പിന്നോട്ട് തള്ളിയ ശേഷം പിടിവിട്ടു. അയാൾ അടുത്ത മേശയിൽ പിൻവശം അടിച്ചു വീണു. 2 പേർ വന്ന് അയാളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഡിറ്റക്റ്റീവ് മാർക്സിൻ എല്ലാവരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എല്ലാവരും അദ്ദേഹത്തെ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. എല്ലാവരുടെയും വദനങ്ങളിൽ ഭക്തിയാദരവുകൾ പ്രകടമാണ്. മാർക്സിൻ കസേരയിലിരുന്നു. ഉടനെ എല്ലാവരും ഇരുന്നു. മാർക്സിൻ വീണ്ടും എണ്ണീറ്റ് കൗണ്ടറിലേക്ക് നടന്നു ചെന്നു. മാനേജർ സ്ത്രീ ഭീതിയോടെ മാർക്സിനെ നോക്കി. മാർക്സിൻ പോക്കറ്റിൽ നിന്നും ഫ്രാങ്കിൻ്റെ ഒരു കെട്ട് നോട്ട് എടുത്ത് കൗണ്ടറിലിട്ടു. വേണ്ട മോൺസിയർ, അവർ ഭവ്യതയോടെ പറഞ്ഞു. അതിന് മറുപടി നൽകാതെ അദ്ദേഹം പിന്തിരിഞ്ഞു. എലിസബത്ത് ഇരുന്നിരുന്ന കസേരയുടെ അടുത്ത് വന്നു. ആ സമയം ബയർ ഒരു പൊട്ടിച്ച ബിയർ കുപ്പി അവരുടെ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു. ഇത് ദയവായി സ്വീകരിച്ചാലും, ആ യുവതി പറഞ്ഞു. മാർക്സിൻ അവളുടെ അപേക്ഷ സ്വീകരിച്ചു. നമുക്ക് ഈ ബിയർ കൂടി കഴിക്കാം, എന്താ? മാർക്സിൻ ചോദിച്ചു. ആ ബിയർ വിശ്വസിക്കരുത്. അത് നമ്മെ അപകടപ്പെടുത്തുവാൻ എന്തെങ്കിലും മയക്കുമരുന്നോ കലർത്തിയതാവാം. അതുകൊണ്ട് താങ്കൾ സൂക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, എലിസബത്ത് പറഞ്ഞു. ശരി, നമുക്കതൊന്ന് പരീക്ഷിക്കാം. മാർക്സിൻ ബിയർ 2 മഗ്ഗുകളിൽ പകർന്ന ശേഷം ആ ബയർ യുവതിയെ അടുത്ത് വിളിച്ചു. ഇത് കഴിക്കൂ, എൻ്റെ അപേക്ഷ സ്വീകരിക്കണം, മാർക്സിൻ പറഞ്ഞു. ക്ഷമിക്കണം. അവരുടെ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ വീശുന്നത് മാർക്സിൻ കണ്ടു.
ശരി, മാനേജർ വിളിക്കൂ, മാക്സിൻ പറഞ്ഞു. യുവതി ചെന്ന് മാനേജർ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്നു. ഈ ബിയർ ഭവതിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഇരുവർക്കും കൂടി കഴിക്കാം. മാക്സിൻ മഗ് അവരുടെ അടുത്തേക്ക് നീക്കി വെച്ചു. ക്ഷമിക്കണം, എനിക്ക് വേണ്ട, അവർ നിഷേധിച്ചു. സാധ്യമല്ല, എൻ്റെ ഭാര്യയുടെ അഭിപ്രായം അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും അവളുടെ അപേക്ഷ നിരസിക്കാറില്ല. ക്ഷമിക്കണം, നിങ്ങളത് കുടിച്ചില്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും, അതും വളരെ ഭംഗിയായ രീതിയിൽ. നിങ്ങളെ ഞാൻ നിർബന്ധിക്കുകയാണെന്ന് ആരും മനസ്സിലാക്കുകയില്ല. കാണണോ? മാക്സിൻ എണീക്കാൻ ഭാവിച്ചു. വേണ്ട, ഞാൻ കുടിക്കാം. അവർ മഗ് എടുത്ത് പെട്ടെന്ന് തറയിലൊഴിച്ചു. കൊള്ളാം, രണ്ടുപേരും ബോധക്കെട്ട് വീഴുവാൻ ആഗ്രഹിക്കുന്നില്ല. മാക്സിൻ എണീറ്റു. എലിസബത്ത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. അവർ ആ ബാർ വിട്ട് പുറത്തു ഇറങ്ങിയതുവരെ എല്ലാവരും അദ്ദേഹത്തെ സൂക്ഷിച്ചു കൊണ്ടു നിന്നു. ആ മനുഷ്യൻ കോടീശ്വരനാണെന്ന് പറഞ്ഞത് വെറുതെയാണ്. അയാളൊരു റൗഡി തലവനാണെന്ന് തോന്നുന്നു. ആ ബാറിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ട്. കാറിലിരിക്കുമ്പോൾ എലിസബത്ത് അഭിപ്രായപ്പെട്ടു. അതെ അതെ, ഇങ്ങനെയുള്ള ബാറുകളിലെല്ലാം ഇത്തരക്കാരെ കാണാം. എന്നാൽ ഇനി മുതൽ അവന് ആ ബാറിൽ സ്വാധീനം കാണുകയില്ലല്ലോ. ഇന്നത്തെ സംഭവത്തോടുകൂടി അയാളുടെ എല്ലാ അഹങ്കാരവും നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഏതായാലും പാരീസിൽ വന്ന് ഇത്തരത്തിലുള്ള ഒരു രംഗത്ത് ചാടുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല, മാക്സിൻ പറഞ്ഞു. ശരിയാണ്, നാം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഒരു ബിയർ കുടിക്കാൻ പോയി ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചില്ല, എലിസബത്ത് സൈഡ് ഗ്ലാസ് ഉയർത്തിവെച്ചുകൊണ്ട് പറഞ്ഞു. അതെ, മാക്സിൻ നിയോൺ പരസ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ കടന്നു പോന്ന പാതയുടെ ഇരുവശത്തും ബാറുകളായിരുന്നു. എലിസബത്ത് വാനിറ്റി ബാഗിൽ നിന്ന് ടവലെടുത്ത് മുഖം തുടച്ചു. ഹോട്ടലിലെത്തിയപ്പോൾ മണി 10 കഴിഞ്ഞിരുന്നു. നിങ്ങൾ ഇത്ര താമസിച്ചതെന്താണ്? ജോൺസൺ റിസീവർ എടുത്ത് ഫോൺ ഡയൽ ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കൊണ്ടുവരാൻ അറിയിച്ചു. ഇന്ന് വഴിക്ക് വെച്ച് ഒരു നേരമ്പൊക്കുണ്ടായി, എലിസബത്ത് ഗൗൺ അഴിച്ച് ബ്രാക്കറ്റിൽ തൂക്കുന്നതിനിടയിൽ പറഞ്ഞു. എന്ത് നേരമ്പൊക്ക്? മാക്സിനെ കണ്ടിട്ട് യാതൊന്നും തോന്നുന്നില്ലല്ലോ. ജോൺസൺ അദ്ദേഹത്തെ നോക്കി. ഇല്ല, ഇദ്ദേഹത്തിൻ്റെ കോട്ടിൽ ഒന്നും പറ്റിയില്ല. പക്ഷേ താങ്കളുടെ ഗ്ലൗസിൽ അഴുക്ക് പുരട്ടിട്ടുണ്ട്. മാക്സിൻ അപ്പോൾ ഗ്ലൗസ് അഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്ലൗസിൽ അഴുക്ക് പറ്റിയെന്ന് തോന്നുന്നല്ലോ. ജോൺസൺ അടുത്തു വന്ന് സൂക്ഷിച്ചു നോക്കി. അതെ, 3 പേരുടെ ശരീരവുമായി ഒന്ന് ഉരസി, ഉരുക്കുനൂലുകൾ ഇടയ്ക്ക് പാകി ഒരു പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്തെടുത്തിട്ടുള്ള ആ ഗ്ലൗസുകൾ. മാക്സിൻ ബാത്റൂമിൽ കൊണ്ടുപോകുവാൻ എണീറ്റു. വേണ്ട, ഭക്ഷണം കഴിഞ്ഞ് ഞാൻ കഴുകിയേ തരാം. എലിസബത്ത് അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. ബെയർ ഭക്ഷണം കൊണ്ടുവന്നു. ടർക്കി സൂപ്പും റൊട്ടിയും ചെമ്മരിയാടിൻ്റെ മാംസവും ആയിരുന്നു ഭക്ഷണം. കൂടെ ഫ്രഞ്ച് നിർമ്മിതമായ വിസ്കിയും ഉണ്ടായിരുന്നു. മാർക്സിനും എലിസബത്തും മദ്യപിച്ചില്ല. കാബേജും ക്യാരറ്റും ബീട്രൂട്ടും പച്ചയ്ക്ക് അരിഞ്ഞിട്ട് അതിൽ ആടിൻ്റെ വേവിച്ച മാംസം ചെറുതുണ്ടുകളാക്കി അരിഞ്ഞിട്ട് കുരുമുളക് പൊടി ചേർത്ത ആ ഭക്ഷണം രുചികരമായിരുന്നു. ടർക്കി സൂപ്പ് വിശേഷമായിരിക്കുന്നു. സൂപ്പ് ഒരിറക്ക് കുടിച്ചുകൊണ്ട് മാർക്സിൻ പറഞ്ഞു. അതെ, ഭക്ഷണത്തിൽ ഇവർ മിടുക്കന്മാർ തന്നെ, ജോൺസൺ പറഞ്ഞു. അതെ അതെ, ഇന്ന് 3 മിടുക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ കൈയുടെ രുചി എറിഞ്ഞു, എലിസബത്ത് കത്തികൊണ്ട് റൊട്ടി കഷ്ണം ചെറുതാക്കുന്നതിനിടയിൽ പറഞ്ഞു. എന്താണുണ്ടായത്? ജോൺസൺ ചോദിച്ചു. എലിസബത്ത് പറയും, മാക്സിൻ മാംസത്തുണ്ടുകൾ ഫോർക്കിൽ കുത്തുന്നതിനിടയിൽ പറഞ്ഞു. ഞങ്ങളൊരു ബാറിൽ അല്പം ബിയർ കുടിക്കുവാൻ കയറി. അവിടെയാണ് കഥ ആരംഭിച്ചത്. എലിസബത്ത് റൊട്ടി കഷ്ണം മാംസക്കറിയിൽ മുക്കി വായിലിട്ടു. ഓഹോ, നിങ്ങൾ ബാറിൽ കയറിയോ? ജോൺസൺ ചോദിച്ചു. കയറി. അത് അല്പം നിലവാരമുള്ള ബാറായിരുന്നു. അവിടെ വെച്ച് ഒരാൾക്ക് എലിസബത്തുമായി നൃത്തം ചെയ്യണം പോലും. വിസമ്മതിച്ചത് ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല, മാക്സിൻ തുടർന്നു. അതിൽ അയാളെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ബാറിൽ മദ്യപിക്കുവാൻ കയറിയ അയാൾ മാന്യനാണെന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? ഇവിടെയുള്ള ബാറുകൾ ചിലപ്പോൾ ചില ചിട്ടകളുണ്ട്. അതിൽ പ്രവേശിക്കുന്നവർ അതനുസരിച്ചേ മതിയാവൂ. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ബാറിൽ കയറുവാൻ ആ മാന്യൻ പറഞ്ഞില്ലല്ലോ. ഇവിടെയുള്ള എല്ലാ നിശാ ക്ലബ്ബുകളും ഒരുവിധത്തിൽ പറഞ്ഞാൽ വേശ്യാലയങ്ങളാണ്. അവിടെ ഒരു സ്ത്രീയും പുരുഷനും കയറിയാൽ അവരെന്താണ് വിചാരിക്കുന്നത്? അതുകൊണ്ട് അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ജോൺസൺ പറഞ്ഞു. പക്ഷേ അതല്ല ഉണ്ടായത്. അയാൾ എന്നെ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു. ഞാൻ വിസമ്മതിച്ചപ്പോൾ അയാൾ തിരികെ പോയി തൻ്റെ സ്ഥാനത്തിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ 2 റൗഡികൾ മാർക്സിനെ ഉപദ്രവിക്കാൻ വന്നു. അവർ വന്ന് ഉന്നയിച്ച പ്രശ്നം ഞാൻ അയാളോടൊത്ത് നൃത്തം ചെയ്യണമെന്നുള്ളതായിരുന്നു. അയാൾ കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ മാർക്സിൻ അവരെ മര്യാദ പറഞ്ഞു വിട്ടപ്പോൾ സമ്മതിച്ചില്ല. അതിനവർ മാർക്സിൻ്റെ തലോടൽ ഏറ്റുവീണു. അതിനുശേഷം കോടീശ്വരൻ എന്ന് പറഞ്ഞ ആൾ വന്നു. അയാൾ അത്ര മോശമല്ലായിരുന്നു. എന്നാൽ മാർക്സിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് അയാൾ ഒരു റൗഡി തലവനാണെന്ന് മനസ്സിലായത്. ആ ബാറിലുണ്ടായിരുന്ന എല്ലാവരും എണീറ്റ് മാർക്സിനെ വണങ്ങി. ബാർ ഉടമസ്ഥയായ സ്ത്രീ മയക്കുമരുന്ന് ചേർത്ത ബിയർ തന്നു. ആ ബിയർ അവർക്ക് തന്നെ നൽകുവാൻ തുന്നപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. അതിന് കാരണമുണ്ട്. ഇങ്ങനെയുള്ള ബാറുകളിൽ അതിൻ്റെ ഉടമസ്ഥന്മാർ റൗഡികളെ സംരക്ഷിക്കുന്നുണ്ട്. അവർ എപ്പോഴും ബാറിൽ കാണുകയും ചെയ്യും. പണം കൊടുക്കാതെ പോകുന്നവരെ പിടിക്കുക. പിന്നെ മിക്കവാറും ബാറിൻ്റെ നിയന്ത്രണം തന്നെയും അവരുടെ കയ്യിലായിരിക്കുകയും ചെയ്യും. അവർ മിക്കവാറും ഇടയുന്നത് അപരിചിതരായ ആളുകളോടാണ്. ചിലപ്പോൾ പിടിയും വലിയും ഉണ്ടാകും. ഏതായാലും നിങ്ങൾ അവിടെ കയറേണ്ട ആവശ്യമില്ലായിരുന്നു, ജോൺസൺ പറഞ്ഞു. അത് സാരമില്ല, അവിടെയുള്ള രീതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. ഏതായാലും എനിക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഞാൻ കൂടുതൽ പ്രയത്നമൊന്നും നടത്തിയില്ല. ഇതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മാർക്സിൻ ഒരു ഹാഫ് കൊണാക്ക് തീ കൊളുത്തി. എന്താണ്? ജോൺസൺ തിരക്കി. പാരീസിലുള്ള റൗഡികളെ നേരിടാൻ അധിക സമയം ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഒറ്റ ഇടി മാത്രം മതി. അവർ ഇങ്ങോട്ട് പിന്നെ എതിർക്കുകയില്ല.
എനിക്ക് തോന്നുന്നത് ഭീഷണി മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്ന്. മറ്റൊന്നിനും അവർ തുനിയുകയുമില്ല. ഇനി എവിടെ ഞാൻ കയറിയാൽ ആരുടെ മുന്നിൽ ഒഴിച്ചു വയ്ക്കുന്നത് എടുത്ത് കഴിച്ചാലും അനങ്ങുകയില്ല. അത്രയ്ക്ക് വലിയ ഒരു റൗഡിയായി ഞാൻ തീർന്നിരിക്കുകയാണ്. ഏതായാലും ഒരു പുതിയ നേരമ്പൊക്കെന്നേ അതിനെ വിശേഷിപ്പിക്കാൻ ഒക്കുകയുള്ളൂ. മാർസിൻ എണീറ്റു. രാവിലെ 8:15 ട്രെയിൻ, ജോൺസൺ അറിയിച്ചു. എലിസബത്ത് അവളുടെ മുറിയിലേക്ക് പോയി. ജോൺസൺ കിടന്നു കഴിഞ്ഞു. മാർസിന് ഉറക്കം വരുന്നില്ല. അദ്ദേഹം അടുത്ത ദിവസം പോകേണ്ട വഴി അടയാളപ്പെടുത്തിയിരിക്കുന്ന ചാർട്ട് എടുത്ത് നിവർത്തി അതിൽ കൂടി കണ്ണോടിച്ചുകൊണ്ടിരുന്നു. പാരീസിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു. മൂടൽമഞ്ഞ് നീങ്ങിയിരുന്നില്ല. കണ്ണാടിച്ചില്ലുകളിൽ മഞ്ഞിൻ കണങ്ങൾ പറ്റിപ്പിടിച്ചു നിന്നു. സൂര്യപ്രകാശം ഏറ്റപ്പോൾ അവ അലിഞ്ഞില്ലാതായി. ഈ സ്ഥലത്തുകൂടി ഞാൻ ആദ്യം വരികയാണ്, എലിസബത്ത് പറഞ്ഞു. എന്നാൽ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. 6 വർഷം മുമ്പ് ഞാൻ ഒരു കേസന്വേഷണം സംബന്ധിച്ച് ഈ വഴി കടന്നു പോയതാണ്. മാർക്സിൻ്റെ ജനലിൻ്റെ ഗ്ലാസ് ഉയർത്തിവെച്ച് തണുത്ത കാറ്റ് ഏറ്റുകൊണ്ട് പറഞ്ഞു. താങ്കൾ ആ സംഭവം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്നുവരെ ഈ വഴിക്ക് വന്നിട്ടില്ലേ? ഇല്ല. വണ്ടി നഗരം കഴിഞ്ഞു. മാർക്സിൻ പുറത്തേക്ക് നോക്കി. അടുത്തുള്ള കാഴ്ചകൾ പെട്ടെന്ന് അകലുകയും അകലെയുള്ളത് നിശ്ചലമായിരിക്കുന്നതും അദ്ദേഹം കണ്ടു. തീവണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് കിഴക്ക് പർവ്വതനിരകൾ ചക്രവാളത്തിൽ അല്പാൽപമായി ഉയർന്നു നിൽക്കുന്നത് കാണാം. നാം ലിമോഗസിലെത്തുമ്പോൾ അർദ്ധരാത്രിയാവുമെന്ന് തോന്നുന്നു. അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് രാത്രി നാം അവിടെ നിന്നും യാത്ര തിരിക്കുന്നത് നന്നല്ല. എന്നാൽ ഞാൻ തനിച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും പോകുമായിരുന്നു, മാർസിൻ പറഞ്ഞു. ഞാൻ ഉള്ളതുകൊണ്ടായിരിക്കും. എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. സാഹസിക സംരംഭങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഇന്നലെ ബാറിൽ വെച്ച് ഞാൻ എന്തെങ്കിലും സങ്കോചം കാണിച്ചോ? നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങുമ്പോൾ എനിക്ക് ബാറിൽ നിന്ന് പുറത്ത് കിടക്കാമായിരുന്നു. പക്ഷേ താങ്കളെ അവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ ഒരിക്കലും പോരുകയില്ലായിരുന്നു. നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ നിറയൊഴിക്കുമായിരുന്നു. എൻ്റെ ബാഗിൽ റിവോൾവർ ഉണ്ടായിരുന്നു, എലിസബത്ത് പറഞ്ഞു. അങ്ങനെയാണോ? എങ്കിലും ലിമോഗസിൽ നിന്നും നമുക്ക് രാത്രി പോകണ്ട. അവിടെ നിന്ന് നമുക്ക് നാളെ രാവിലെ തിരിക്കാം. മാർക്സിൻ ഒരു ഹാഫെ കൊറോണയ്ക്ക് തീ കൊളുത്തി. അപ്രധാനങ്ങളായ സ്റ്റേഷനുകളിൽ വണ്ടി നിൽക്കാതെ അവയെ പിന്തള്ളിക്കൊണ്ട് വണ്ടി മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. 12 മണിയാവുമ്പോൾ ഒരു പ്രധാന സ്റ്റേഷൻ വണ്ടി നിർത്തുമെന്നാണ് തോന്നുന്നത്, മാർക്സിൻ പറഞ്ഞു. ഇടയ്ക്ക് ബെയറും ചായ കൊണ്ടുവന്നു. മണിക്കൂർ ഇടവിട്ട് വണ്ടിയിൽ ആഹാര സാധനങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. മദ്യം വരെ വണ്ടിയിൽ കിട്ടുമായിരുന്നു. എന്നാൽ അവർ അവയൊന്നും വാങ്ങിയില്ല. ജോൺസൺ പാരീസിൽ നിന്ന് കുറേ ശാസ്ത്ര മാസികകൾ വാങ്ങിയിരുന്നു. 1 മാസത്തേക്ക് വായിക്കാനുള്ളതെല്ലാം അദ്ദേഹം സംഭരിച്ചിരുന്നു. അതിലൊന്ന് അദ്ദേഹം വായിച്ചുകൊണ്ട് സീറ്റിൽ ചാരിയിരിക്കുകയായിരുന്നു. മാർക്സിനും എലിസബത്തും സംസാരിക്കുന്നതിൽ അദ്ദേഹം ഇടപെട്ടില്ല. എലിസബത്ത് ആ യാത്ര വളരെ രസകരമായി തോന്നി. ഡിറ്റക്റ്റീവ് മാർക്സിനുമായി ഇത്രമാത്രം ദീർഘമായ ഒരു യാത്ര ഇതിനു മുമ്പ് എലിസബത്ത് ചെയ്തിട്ടില്ലായിരുന്നു. കാർഷിക പ്രദേശങ്ങളിലേക്ക് വണ്ടി കടന്നു. ഇരുവശവും കണ്ണെത്താത്ത അകലത്തിൽ പരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ അവർ കണ്ടു. ഇടയ്ക്കിടയ്ക്കായി ഫാക്ടറികളും ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ പഴയകാലത്തെ കെട്ടിടങ്ങൾ കണ്ടു. അത് എലിസബത്തിൻ്റെ ശ്രദ്ധയെ വളരെയധികം ആകർഷിച്ചു. ചുവന്ന പെയിൻ്റടിച്ച കൂരകൾ ഒന്നിനൊന്ന് ചേർന്ന് നിന്നപ്പോൾ വളരെ മനോഹരമായി തോന്നി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മുന്തിരി കൃഷി ചെയ്യുന്നത്, മാർക്സിൻ പറഞ്ഞു. അല്ല, ഡോക്ടർ ജോൺസൺ തല ഉയർത്തി. അല്പം കൂടി പോയി കഴിഞ്ഞാൽ മുന്തിരി കൃഷി മാത്രമുള്ള സ്ഥലങ്ങൾ കാണുവാൻ കഴിയും. ഇവിടെ ഗോതമ്പും കൃഷി ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഓഹോ, എലിസബത്ത് വാനിറ്റി ബാഗിൽ നിന്നും ഒരു സേഫ്റ്റി ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചു. തീവണ്ടിയുടെ വേഗത കൊണ്ട് കാറ്റ് ശക്തിയായി ഉള്ളിലേക്ക് തള്ളിക്കയറിക്കൊണ്ടിരുന്നു. ഡോക്ടർ ജോൺസൺ ഫ്രാൻസിലെ സസ്യവിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടി മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ വേഗത കുറഞ്ഞു വന്നു. അത് ഒരു തേങ്ങലോടെ നിന്നു. അകലെയായി അപ്രധാനമായ ഒരു സ്റ്റേഷൻ കാണാം. അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. എന്താണ് കാരണം? മാർക്സിൻ സ്വയം ചോദിച്ചു. അവിടെ ഒരിക്കലും എക്സ്പ്രസ് കോച്ച് നിർത്താറില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം അറിയണമെങ്കിൽ ഗാർഡിനോട് ചോദിക്കണം. ഞാൻ ഗാർഡിൻ്റെ മുറിയിൽ പോയി വരാം, മാർക്സിൻ പറഞ്ഞു. മാർക്സിൻ തീവണ്ടിയുടെ പിന്നിലേക്ക് നടന്നു. ഗാർഡ് റൂം മറ്റു കമ്പാർട്ട്മെൻറ്റുകളുമായി വാതിൽ വഴി യോജിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് വണ്ടിയിൽ നിന്നും താഴെ ഇറങ്ങിയ ശേഷം ആ മുറിയിൽ ചെല്ലേണ്ടി വന്നു. ഗാർഡ് വയർലെസ് മുഖാന്തരം സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം റിസീവർ താഴെ വെച്ച് നിവർന്നപ്പോൾ മാർക്സിനെ കണ്ടു. എന്താണ് കാരണം? മാർക്സിൻ ചോദിച്ചു. 5 കിലോമീറ്റർ അകലെയായി പാളത്തിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയാകണമെങ്കിൽ കുറേ സമയം എടുക്കേണ്ടി വരും. 2 മണിക്കൂറെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ജോലി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗാർഡ് പറഞ്ഞു. അടുത്ത് കാണുന്ന സ്റ്റേഷനിൽ അല്പസമയം ഇരിക്കാനുള്ള സൗകര്യം കാണുമല്ലോ, മാർക്സിൻ ചോദിച്ചു. തീർച്ചയായും. ആ സ്റ്റേഷനിലേക്ക് വണ്ടി 15 മിനിറ്റിനകം നീക്കം ചെയ്യും, ഗാർഡ് അറിയിച്ചു. മാർക്സിൻ തിരികെ തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ വന്നു. എന്തുപറ്റി? ഡോക്ടർ ജോൺസൺ ചോദിച്ചു. അകലെ എവിടെയോ പാളത്തിനെന്തോ തകരാറ് സംഭവിച്ചു. വണ്ടി അല്പം കഴിയുമ്പോൾ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് നീക്കിയിടുമെന്നാണ് പറഞ്ഞത്. ഞാൻ അല്പം നടക്കട്ടെ? മറുപടിക്ക് നിൽക്കാതെ മാർക്സിൻ പാളത്തിൽ കൂടി മുന്നോട്ട് നടന്നു. 200 മീറ്റർ നടന്നപ്പോൾ ആ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഇങ്ങേ തലയ്ക്കലെത്തി. ശൂന്യമായി കിടന്നിരുന്ന പ്ലാറ്റ്ഫോമിൽ കൂടി അദ്ദേഹം നടന്നു. സൂര്യപ്രകാശത്തിന് ചൂട് കുറഞ്ഞിരുന്നു. ഒരു സിഗാർ വലിച്ച് പ്ലാറ്റ്ഫോമിൽ കൂടി നടന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു രസം തോന്നി. ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ചില വാഗണുകൾ പാളത്തിൽ കിടന്നിരുന്നു. അവ നീക്കി എക്സ്പ്രസ് ട്രെയിനിന് മാർഗമുണ്ടാക്കുന്നതിൽ ചില ജോലിക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു.
മാർക്സിൻ സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ മാസ്റ്റർ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം മാർക്സിനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. സംശയദൃഷ്ടിയോടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഡിറ്റക്റ്റീവ് മാർക്സിൻ നടന്നു ചെന്നു. താങ്കൾ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുവല്ലോ, മാസ്റ്റർ പറഞ്ഞു. കാണാൻ വഴിയില്ല. താങ്കൾ ഫ്രാൻസിന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? മാർക്സിൻ ചോദിച്ചു. ഇല്ല. എന്നാൽ താങ്കളുടെ മുഖഛായയുള്ള ആരെയെങ്കിലും ഞാൻ കണ്ടിരിക്കും, അയാൾ പറഞ്ഞു. മാർക്സിൻ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ കയറിയിരുന്നു. അപ്രധാനമായ ആ സ്റ്റേഷനിൽ വണ്ടികൾ അധികം നിർത്താറില്ലായിരുന്നു. എന്നാൽ ഗുഡ്സ് വണ്ടികൾ ചിലപ്പോൾ നിർത്താറുണ്ട്. ആപ്പിൾ പഴങ്ങൾ പാരീസിലേക്ക് കയറ്റുന്ന ഒരു സ്റ്റേഷനായിരുന്നതുകൊണ്ട് ചിലപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി വണ്ടി നിർത്താറുണ്ട്. മാസ്റ്റർ ഫ്രിഡ്ജിൽ നിന്ന് മാർക്സിന് ഒരു ഗ്ലാസ് തണുത്ത ആപ്പിൾ ജ്യൂസ് നൽകി. താങ്കൾ ഈ സ്റ്റേഷനിൽ വന്നിട്ട് എത്ര നാളായി? മാർക്സിൻ തിരക്കി. 2 വർഷം കഴിഞ്ഞു. ആദ്യത്തെ നിയമനം ഇവിടെയാണ്, അയാൾ പറഞ്ഞു. ഈ പ്രദേശം എങ്ങനെയുണ്ട്? അധികം ആളുകൾ ഇറങ്ങുന്ന സ്റ്റേഷനല്ല, അതുകൊണ്ട് വേണ്ടത്ര വികസിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു ഏകാന്തത അനുഭവപ്പെടും. മാർക്സിൻ ആപ്പിൾ ജ്യൂസ് കുടിച്ചു. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? മാർക്സിൻ അകലെ വിസിൽ മുഴക്കിയ തീവണ്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇവിടെ ആദ്യമായി വണ്ടി നിർത്തുകയാണ്. ഇനി വണ്ടി എവിടെയാണ് നിർത്തുക? മാർക്സിൻ ആരാഞ്ഞു. 100 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനുണ്ട്. ഷെഡ്യൂൾ അനുസരിച്ച് വണ്ടി 30 മിനിറ്റ് അവിടെ നിർത്തേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലിമോഗസിലാണ് നിർത്തുക. ലിമോഗസിൽ എപ്പോൾ വണ്ടി എത്തുമെന്ന് പറയാൻ കഴിയുമോ? തീർച്ച പറയുക സാധ്യമല്ല. സാധാരണ 12:10 എത്തേണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് 2 മണിക്കൂറിലധികം വൈകുമെന്ന് തോന്നുന്നു, മാസ്റ്റർ പറഞ്ഞു. തീവണ്ടി നിരങ്ങി സ്റ്റേഷനിലെത്തി. മിക്കവരും പുറത്തിറങ്ങി. ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ആ സ്റ്റേഷനിലുണ്ടായിരുന്നു. എന്നാൽ അതത്ര ഭംഗിയായ രീതിയിൽ നടത്തുന്നതായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഇറങ്ങിയ യാത്രക്കാർക്ക് പഴച്ചാറുകളല്ലാതെ മറ്റൊന്നും നൽകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എലിസബത്തും ഡോക്ടർ ജോൺസണും അവിടെ ഇറങ്ങി. 2 മണിക്കൂർ സമയമുള്ളതുകൊണ്ട് ചില യാത്രക്കാർ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ആപ്പിൾ തോട്ടങ്ങളിൽ കൂടി നടന്നു. നഗരത്തിൽ മാത്രം താമസിക്കുന്നവർക്ക് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. മാർക്സിൻ പുറത്തേക്ക് വന്നു. ഡോക്ടർ ജോൺസണും എലിസബത്തും ഒരു ബെഞ്ചിൽ ഇരുന്ന് ആപ്പിൾ ജ്യൂസ് കഴിക്കുകയായിരുന്നു. നാം വളരെ വൈകുമെന്നാണല്ലോ തോന്നുന്നത്, ജോൺസൺ അഭിപ്രായപ്പെട്ടു. അതെ, എന്നാൽ ഞാൻ യാത്രയിൽ ഒരു ചെറിയ വ്യതിയാനം നടത്തണമെന്ന് വിചാരിക്കുകയാണ്, മാർക്സിൻ പറഞ്ഞു. എന്താണ്? ജിജ്ഞാസയോടെ ജോൺസൺ തിരക്കി. ലിമോഗസിന് 100 കിലോമീറ്റർ ഇപ്പുറം ഇറങ്ങിയാൽ ആ സമയം ഒരു ബസ് ഉൾപ്രദേശത്തിലേക്ക് ഉണ്ടെന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. മാത്രമല്ല, യാത്രയിൽ ഞാൻ അങ്ങനെയൊരു ഭേദഗതി വരുത്തേണ്ടത് ഇപ്പോൾ ആവശ്യമായി തോന്നുന്നു. അവിടം വരെ മാത്രം പോകുന്ന ഒരു വണ്ടി ഇപ്പോൾ വരുന്നതാണ്. അതിനപ്പുറമാണ് പാളത്തിന് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ലിമോഗസിലെത്തി ഹോട്ടലിൽ താമസിക്കണം. ഞാൻ അവിടെ വന്നുകൊള്ളാം. മാർക്സിൻ്റെ അഭിപ്രായത്തെ അവർക്ക് എതിർക്കുവാൻ തോന്നിയില്ല. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാണുമെന്ന് ഡോക്ടർ ജോൺസന് അറിയാമായിരുന്നു. ശരി, താങ്കളുടെ ഇഷ്ടം പോലെ ആവട്ടെ. ഞങ്ങൾ ലിമോഗസിൽ കാത്തിരിക്കാം. താങ്കൾ അവിടെ വന്നതിന് ശേഷമേ ഞങ്ങൾ അടുത്ത നടപടി സ്വീകരിക്കുകയുള്ളൂ, എലിസബത്ത് പറഞ്ഞു. അത് മതി. മാർക്സിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അദ്ദേഹം തൻ്റെ പെട്ടിയും സൂട്ട് കേസും എടുത്തുകൊണ്ട് പുറത്തു വന്നു. അല്പം കഴിഞ്ഞപ്പോൾ വടക്കുനിന്നും ഒരു തീവണ്ടി വളവ് തിരിഞ്ഞു വരുന്നത് അവർ കണ്ടു. വണ്ടി 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നു. കുറേ ആളുകൾ അതിൽ നിന്നിറങ്ങി. മാർക്സിൻ ടിക്കറ്റ് എടുത്ത് ആ വണ്ടിയിൽ കയറി. അദ്ദേഹം കയറിയ ഫസ്റ്റ് ക്ലാസ് റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. 5 മിനിറ്റ് താമസമേ ആ വണ്ടിക്കുണ്ടായിരുന്നുള്ളൂ. സ്റ്റേഷൻ വിട്ട് വണ്ടി നീങ്ങി. തനിച്ച് കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യം അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് അത് മാറി. ഉച്ചഭക്ഷണം അദ്ദേഹം ഡൈനിങ് കമ്പാർട്ട്മെൻറ്റിൽ പോയി കഴിച്ചു. രാത്രി ഉണർന്നിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് അദ്ദേഹം പുറത്തേക്കുള്ള വാതിലുകൾ ഭദ്രമായി അടച്ച ശേഷം ഒന്ന് മയങ്ങുവാൻ തീരുമാനിച്ചു. ക്രമേണ അദ്ദേഹം മയക്കത്തിലേക്ക് വഴുതി വീണു. കുറേ കഴിഞ്ഞ് അദ്ദേഹം കണ്ണുകൾ തുറന്നു. കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ വിളക്ക് തെളിഞ്ഞിരിക്കുന്നു. എന്നാൽ പുറത്ത് കനത്ത ഇരുട്ടാണ്. വണ്ടി നിശ്ചലമായിരിക്കുകയാണ്. ജനലിൻ്റെ ഗ്ലാസ് ഉയർത്തിവെച്ച് അദ്ദേഹം വണ്ടിയുടെ മുൻഭാഗത്തേക്ക് നോക്കി. ആരൊക്കെയോ ഇരുട്ടിൽ കൂടി വിളക്കുകളുമായി നടക്കുന്നുണ്ട്. മാർക്സിൻ വാച്ച് നോക്കി. രാത്രിയായിരിക്കുന്നു. കണക്കനുസരിച്ച് വണ്ടി തനിക്കിറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 10 മണിക്ക് അവിടെ എത്തുമെന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത്. എന്നാൽ വണ്ടി നിൽക്കുന്ന സ്ഥലം വളരെ ഇപ്പുറമാണെന്ന് മാർക്സിന് തോന്നി. സംശയം തോന്നിയ മാർക്സിൻ എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലേക്ക് പോയി. ഒരു ബിയർ കൊണ്ടുവരാൻ പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു ചുരുട്ടിന് തീ കൊടുത്തു. ബിയർ കൊണ്ടുവന്നു. എത്ര സമയമായി വണ്ടി ഇവിടെ ബ്ലോക്കായിട്ട്? മാർക്സിൻ തിരക്കി. സാർ അറിഞ്ഞില്ലേ? കൊള്ളാം. 2 കിലോമീറ്റർ അപ്പുറം ഒരു പിളർപ്പുണ്ടായി. പാളങ്ങൾ തകർന്നു പോയി. 6 മണിക്കൂർ സമയമായി വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. താൽക്കാലികമായി ഒരു പാളം നിർമ്മിച്ചു കഴിഞ്ഞു. 15 മിനിറ്റിനകം വണ്ടി തിരിക്കും, അവൻ പറഞ്ഞു. മാർക്സിൻ ലജ്ജിച്ചു പോയി. താൻ ദീർഘനേരം ഉറങ്ങിയെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ബിയർ കുടിച്ച ശേഷം അദ്ദേഹം തിരികെ കമ്പാർട്ട്മെൻറ്റിലെത്തി. സൂട്ട് കേസ് പെട്ടിയും അദ്ദേഹം സീറ്റിനടിയിൽ വെച്ച് ഒരു ചങ്ങലക്കൊട്ട് കൊണ്ട് ബന്ധിച്ച ശേഷമാണ് ഡൈനിങ് ഹാളിലേക്ക് പോയത്. പെട്ടെന്നൊരാൾക്ക് അത് തുറക്കുവാനോ അപഹരിക്കുവാനോ സാധ്യമല്ലായിരുന്നു. മാർക്സിൻ തിരികെ മുറിയിലെത്തി. അദ്ദേഹം മുറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ടി ഇളകിയിരുന്നു. പുറത്ത് ഇരുട്ട് കട്ട പിടിച്ചിരുന്നു. ജനാലയിലൂടെ തണുത്ത കാറ്റ് ശക്തിയായി ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു പ്രത്യേക സുഖം അദ്ദേഹത്തിന് തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ മഞ്ഞിൻ്റെ കണികകൾ കാറ്റിനോടൊപ്പം ഉള്ളിലേക്ക് അടിച്ചു കയറി. ജനാല താഴ്ത്തിയിട്ട ശേഷം അദ്ദേഹം ഒരു സിഗരറ്റിന് തീ കൊടുത്തു. ചില സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തിയില്ല. അവിടെയുണ്ടായിരുന്ന വിളക്കുകൾ അതിവേഗം ഓടിയെത്തുകയും ഒന്നറച്ചു നിന്ന ശേഷം അതിവേഗം പിന്നിലേക്ക് പായുകയും ചെയ്തുകൊണ്ടിരുന്നു.
ഒരു രാക്ഷസനെ പോലെ വണ്ടി ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. പാളങ്ങളിൽ വീണ് കിടന്നിരുന്നവ ഇരുവശത്തേക്കും തിരിച്ച് അകലുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വണ്ടിക്കുള്ളിലെ ലൈറ്റ് അണഞ്ഞു. വൈദ്യുതി ബന്ധം വേർപെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ പെൻ ടോർച്ച് പുറത്തെടുത്തു. കമ്പാർട്ട്മെൻറ്റിൽ താൻ മാത്രമേയുള്ളൂ. അദ്ദേഹം കൂടുതൽ കരുതലോടെയിരുന്നു. ആരോ ശക്തിയായി ശ്വാസോച്ഛ്വാസം വലിക്കുന്നത് പോലെ മാർക്സിന് തോന്നി. അദ്ദേഹം അതെവിടെ നിന്നാണെന്ന് ശ്രദ്ധിച്ചു. മുറിക്കുള്ളിൽ ആരോ കടന്നിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ആയുധം കാണാതിരിക്കുകയില്ല. മാർക്സിൻ സാവധാനം എതിരെയുള്ള സീറ്റിൽ കടന്നിരുന്നു. ഒരുപക്ഷെ താൻ ആദ്യം ഇരുന്നിരുന്ന സ്ഥാനം അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം വെച്ച് വെടിവെച്ചാൽ ഞാൻ അപകടത്തിലാവുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പെൻ ടോർച്ച് തെളിക്കാൻ അദ്ദേഹം മടിച്ചു. അത് തെളിച്ചാൽ അയാൾ തൻ്റെ സ്ഥാനം കണ്ടുപിടിക്കും. എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ചേ മതിയാവൂ. റിവോൾവർ സൂട്ട് കേസിനുള്ളിലാണ്. അതെടുക്കുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അയാൾ കണ്ടുപിടിച്ചെന്ന് വരും. നിശബ്ദം. വണ്ടിയുടെ ഗടഗട ശബ്ദം മാത്രം കേൾക്കുവാനുണ്ട്. മാർക്സിൻ സീറ്റിൽ നിന്നും താഴെ ഇറങ്ങി. തറയിൽ കൂടി ഇഴഞ്ഞു പെട്ടി തുറന്നു. അതിനുള്ളിൽ നിന്ന് രാത്രിയിലും കാഴ്ച നൽകുന്ന ഇൻഫ്രാറെഡ് ഐ എടുത്ത് അദ്ദേഹം കണ്ണിൽ വെച്ചു. ഭയങ്കരമായ ഇരുളിൽ ഒരു നിഴൽ പോലെയെങ്കിലും അത് കണ്ണിൽ പിടിപ്പിച്ചാൽ കാണുവാൻ കഴിയുന്ന ഉപകരണമാണ് അത്. അയാൾ തൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ആയുധങ്ങൾ അയാളുടെ കയ്യിലില്ല. എന്നാൽ മാരകമായ ലോഹമുള്ളുകൾ പിടിപ്പിച്ച ഒരു ഉരുക്ക് ഗ്ലൗസ് അയാൾ കയ്യിലിട്ടിട്ടുണ്ട്. അത് ശരീരത്തിൽ പതിഞ്ഞാൽ 3 ഇഞ്ച് ആഴത്തിൽ കയറും. ചിലപ്പോൾ അതിൽ വിഷം പുരട്ടിയിരിക്കാനും മതി. മാർക്സിൻ പെൻ ടോർച്ച് അവൻ്റെ മുഖത്തേക്ക് തെളിച്ചു. അടുത്ത നിമിഷം അവൻ മുന്നോട്ട് ചാടി വീണു. മാർക്സിൻ പെട്ടെന്ന് മാറി. അവൻ്റെ കൈ സീറ്റ് തൂക്കിയിട്ടിരുന്ന ചങ്ങലയിൽ ഉടക്കിയതും മാർക്സിൻ അവനെ നിലം പതിപ്പിച്ചതും ഒപ്പമായിരുന്നു. എണീക്ക്, മാർക്സിൻ ആജ്ഞാപിച്ചു. അവൻ എണീറ്റു. അനങ്ങിപ്പോകരുത്, കൊന്നുകളയും. മാർക്സിൻ അവനെ സൂക്ഷിച്ചു നോക്കി. തലമുടി നീട്ടി അവൻ തോൾ വരെ ഇട്ടിരുന്നു. ഷേവ് ചെയ്തിട്ട് മാസങ്ങളോളമായിട്ടുണ്ട്. നീ എങ്ങനെ ഇതിനുള്ളിൽ കയറി? മാർക്സിൻ ചോദിച്ചു. ഇതാ, ഇതിൽ കൂടി. അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. എന്ത്? മാർക്സിനോടി വാതിൽക്കൽ ചെന്നു. വണ്ടി 100 കിലോമീറ്റർ വേഗതയിൽ പായുകയാണ്. ഈ സമയം അവൻ എങ്ങനെ പുറത്തു ചാടിയെന്ന് ഓർത്തപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. വാതിൽ അടച്ച ശേഷം അദ്ദേഹം വീണ്ടും സീറ്റിൽ വന്നിരുന്നു. താൻ ഡൈനിങ് ഹാളിലേക്ക് പോയപ്പോഴായിരിക്കും അവൻ ഉള്ളിൽ കടന്നത്. മാർക്സിൻ ചിന്തിച്ചു. തനിക്കിറങ്ങേണ്ട സ്റ്റേഷനിൽ വണ്ടി നിന്നു. എങ്ങും ഇരുട്ട്. ഒരു മങ്ങിയ വിളക്ക് മാത്രം മാറാല പിടിച്ച് സ്റ്റേഷനിൽ കത്തി നിൽപ്പുണ്ട്. മാർക്സിൻ സ്റ്റേഷൻ മാസ്റ്റർ മുറിയിലേക്ക് കയറി ചെന്നു. ചെറുപ്പക്കാരനായ ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ് അവിടെയും. ഇരിക്കൂ, ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. താങ്കൾ വരുമെന്ന് അറിയിച്ചിരുന്നല്ലോ, അയാൾ പറഞ്ഞു. എന്നെ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? മാർക്സിൻ ചോദിച്ചു. കേട്ടിട്ടുണ്ട്. താങ്കളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. തീവണ്ടിയിൽ വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടായോ? അയാൾ ചോദിച്ചു. മാർക്സിൻ സംശയദൃഷ്ടിയോടെ അയാളെ നോക്കി. എന്താണ് അങ്ങനെ ചോദിച്ചത്? മാർക്സിൻ ചോദിച്ചു. ഇരിക്കൂ, അയാൾ കസേര ചൂണ്ടിക്കാണിച്ചു. മാർക്സിൻ ഇരുന്നു. ഈ കാണുന്ന മനുഷ്യനെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുവോ? ഇവിടെ ഇറങ്ങുന്ന പലരും പറയാറുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുവാനാണ് ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തത്. അയാൾ ഒരു ഫോട്ടോ മാർക്സിൻ്റെ മുന്നിൽ വെച്ചു. ആ ഫോട്ടോയിലേക്ക് മാർക്സിൻ നോക്കി. തന്നെ തീവണ്ടിയിൽ വെച്ച് ആക്രമിക്കാൻ തുടങ്ങിയ ആളുടെ ഫോട്ടോ ആയിരുന്നു അത്. മാർക്സിൻ്റെ നെറ്റിയിൽ ഞരമ്പുകൾ തെളിഞ്ഞു. കണ്ടു. അയാൾ തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് ചാടി. എന്ത്? താങ്കൾ കണ്ടു എന്ന് പറയുന്നത് ശരിയാണോ? അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഇയാൾ എന്നെ ആക്രമിക്കാൻ ഒരുങ്ങി? അങ്ങനെയാണോ? ഇയാൾ 2 വർഷം മുമ്പ് ഈ സ്റ്റേഷൻ്റെ 2 കിലോമീറ്റർ വടക്ക് വെച്ച് തീവണ്ടിയിൽ നിന്ന് ചാടിയപ്പോൾ മൃതി അടഞ്ഞതാണ്. ഇവനൊരു റെയിൽവേ കൊള്ളക്കാരനായിരുന്നു. ഞാൻ അന്ന് അതിനടുത്തുള്ള സ്റ്റേഷനിലെ മാസ്റ്ററായിരുന്നു. ഇവൻ്റെ മൃതശരീരം പാളത്തിൻ്റെ അരികിൽ തന്നെ മറവ് ചെയ്തു. അതിനുശേഷം ഇവനെ ചിലരെല്ലാം തനിച്ച് യാത്ര ചെയ്യുമ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു. ഇവൻ്റെ കയ്യിൽ മാരകമായ ഒരു ലോഹ ഗ്ലൗസ് ഉണ്ടായിരുന്നു, മാർക്സിൻ പറഞ്ഞു. കറക്റ്റ്, അയാൾ പറഞ്ഞു. അവൻ മരിക്കുമ്പോഴും ആ ലോഹ ഗ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത്? മാർക്സിൻ ഇടയ്ക്ക് നിർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ പ്രേതമാണ്, അയാൾ തീർത്തു പറഞ്ഞു. പ്രേതമോ? എനിക്കതിൽ യാതൊരു വിശ്വാസവുമില്ല. അത് ശരി, കൊള്ളാം. താങ്കൾ എവിടെ പോവുകയാണ്? അയാൾ ചോദിച്ചു. ഞാൻ ഇവിടെ നിന്നും 100 കിലോമീറ്റർ കിഴക്കുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ലിമോഗസിൽ പോകാതെ ഇവിടെ വന്നാൽ അങ്ങോട്ട് ബസ് കിട്ടുമെന്ന് അറിഞ്ഞ പ്രകാരമാണ് ഞാൻ വന്നത്. അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ താങ്കളുടെ നമ്പർ തന്നതും അതനുസരിച്ചാണ് വിളിച്ചതും. ഓ, അത് ശരി. ഇനി വെളുപ്പിന് പോകാം. 5:15 ഒരു ബസ് കിഴക്കോട്ടുണ്ട്. താങ്കൾക്ക് അതിൽ യാത്ര ചെയ്യാം. ഇവിടെ താമസിക്കാൻ പറ്റിയ ഹോട്ടലുകളുണ്ടോ? മാർക്സിൻ ചോദിച്ചു. 1 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയാൽ ഹോട്ടലുണ്ട്. ഇവിടെ നിന്നും കുതിരവണ്ടി കിട്ടും. വേഗം പോകുന്നതാണ് നല്ലത്, അയാൾ പറഞ്ഞു. മാർക്സിൻ പെട്ടിയും തൂക്കി പുറത്തിറങ്ങിയപ്പോൾ ട്രെയിൻ വിസിൽ മുഴക്കി തെക്കോട്ട് നീങ്ങുന്നത് കണ്ടു. അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ കൂടി വടക്കോട്ട് നടന്നു. അപ്പോൾ ഒരു ലൈറ്റും തൂക്കി പിടിച്ചുകൊണ്ട് ഒരാൾ എതിരെ വരുന്നത് അദ്ദേഹം കണ്ടു. അടുത്ത് വന്നപ്പോൾ മാർക്സിൻ അയാളെ സംശയത്തോടെ നോക്കി. അയാൾക്ക് സ്റ്റേഷൻ മാസ്റ്ററുടെ യൂണിഫോം ഉണ്ടായിരുന്നു. താങ്കൾ? മാർക്സിൻ ചോദിച്ചു. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററാണ്, അയാൾ പറഞ്ഞു. സ്റ്റേഷൻ മാസ്റ്ററോ? എന്ത്? ഞാനിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുമായി സംസാരിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾക്കും അബദ്ധം പിണഞ്ഞോ? വരൂ, അയാൾ മാർക്സിനെ വിളിച്ചു. നിങ്ങൾ എവിടെ പോവുകയാണ്? അയാൾ തുടർന്ന് ചോദിച്ചു. ഞാനൊരു ഹോട്ടൽ തേടി പോവുകയാണ്, മാർക്സിൻ പരിചയപ്പെടുത്തി. ഹോട്ടലോ? ഇവിടെ അടുത്തെങ്ങും ഹോട്ടലുകളില്ലല്ലോ. വരൂ, സ്റ്റേഷനിൽ കിടന്ന ശേഷം നാളെ പോകാം, അയാൾ ക്ഷണിച്ചു. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയെങ്കിലും മാർക്സിൻ അയാളുടെ പിന്നാലെ നടന്നു. അവർ മുറിയിലെത്തി. ഇവിടെ ഇരുന്ന മാസ്റ്റർ എവിടെ? മാർക്സിൻ അത്ഭുതത്തോടെ ചോദിച്ചു. മാസ്റ്ററോ?
നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു. ഞാനാണ് സ്റ്റേഷൻ മാസ്റ്റർ. അയാൾ സീറ്റിലിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത്? മാക്സിൻ തിരക്കി. ഇതിനു മുമ്പ് ഇവിടെയിരുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്. അയാൾ യാദൃശ്ചികമായി തീവണ്ടിയുടെ അടിയിൽ പോയി മരിച്ചു. അതിനുശേഷമാണ് ഞാനിവിടെ ചാർജ് എടുത്തത്. മാനസികമായി അല്പം വിഭ്രാന്തി തോന്നിയെങ്കിലും മാക്സിൻ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. രാത്രികാലങ്ങളിൽ ഇവിടെ ഇറങ്ങിയ പലർക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട്. സാരമില്ല, താങ്കൾ ഇന്നിവിടെ ഉറങ്ങിക്കോളൂ, അയാൾ പറഞ്ഞു. എന്നാൽ മാക്സിന് അവിടെ സമയം കഴിച്ചു കൂട്ടാൻ തോന്നിയില്ല. ആകപ്പാടെ എന്തോ പന്തിക്കേട് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് തോന്നി. താങ്കൾക്ക് പ്രേതങ്ങളിൽ വിശ്വാസമില്ലേ? അയാൾ ചോദിച്ചു. ഇല്ല, മാക്സിൻ മറുപടി കൊടുത്തു. എന്തുകൊണ്ട്? അയാൾ ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. താങ്കൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? പ്രേതമുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾ ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി നോക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ രാത്രികാലങ്ങളിൽ തനിച്ചിവിടെ കഴിഞ്ഞുകൂടാൻ താങ്കൾ ധൈര്യപ്പെടുമോ? ആ ചോദ്യം അയാളെ കുഴക്കിക്കളഞ്ഞു. അയാൾ മറുപടി നൽകാതെ സിഗരറ്റ് പുകച്ചുകൊണ്ടിരുന്നു. അപ്പോൾ താങ്കൾ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടുവെന്ന് പറഞ്ഞത്? അയാൾ തിരക്കി. ഒരുപക്ഷെ എനിക്ക് തോന്നിയതായിരിക്കാം. താങ്കൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അത് ഞാൻ വന്ന വണ്ടിയുടെ ഗാർഡായിരുന്നു. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. ഗാർഡോ? അയാൾ അത്ഭുതസ്വരത്തിൽ ചോദിച്ചു. അതെ, മാസ്റ്റർ എന്ന് പറഞ്ഞത് തെറ്റാണ്. താങ്കളാണല്ലോ സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടില്ലേ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. കണ്ടു. എപ്പോൾ? ഇതാ എൻ്റെ മുന്നിലിരിക്കുന്ന താങ്കളല്ലേ സ്റ്റേഷൻ മാസ്റ്റർ. ഇനി ഞാൻ എന്തിനു സംശയിക്കുന്നു? മാക്സിൻ ആലോചനയോടെ പറഞ്ഞു. അപ്പോൾ അയാൾ ഇടയ്ക്ക് വെച്ച് നിർത്തി. നിങ്ങൾ എവിടെ പോവുകയാണ്? അയാൾ തുടർന്ന് ചോദിച്ചു. എനിക്ക് 100 കിലോമീറ്റർ കിഴക്കുള്ള ഒരു സ്ഥലത്ത് പോകണം. ഇവിടെ നിന്ന് രാവിലെ ബസ്സുണ്ടല്ലോ. ഞാൻ അതുവരെ ഹോട്ടലിൽ കഴിയാം. മാക്സിൻ എണീക്കുവാൻ ഭാവിച്ചു. ഇവിടെ ഹോട്ടലുണ്ട്, വളരെ അകലെയായി. അവിടെ എത്തുവാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. മാക്സിൻ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്തു. അയാൾ കാണത്തക്ക വിധം തുളച്ച് വീണ്ടും പോക്കറ്റിലിട്ടു. അയാൾ പിന്നീടൊന്നും സംസാരിച്ചില്ല. മാക്സിൻ സ്റ്റേഷനിൽ നിന്നിറങ്ങി വടക്കോട്ട് നടന്നു. ഒരു കുതിരവണ്ടിക്കാരൻ വണ്ടിയിൽ തല ചായച്ചിരുന്ന് മയങ്ങുന്നത് അദ്ദേഹം കണ്ടു. മാക്സിൻ അയാളെ ഉണർത്തി. എന്ത് വേണം? അയാൾ എണീറ്റ് കണ്ണുകൾ തിരുമ്മി. എനിക്ക് ഏറ്റവും അടുത്തുള്ള ഹോട്ടലിൽ പോകണം, മാക്സിൻ പറഞ്ഞു. അയാൾ കോച്ചിൻ്റെ പിന്നിലുള്ള വാതിൽ തുറന്നു കൊടുത്തു. മാക്സിൻ പെട്ടിയും സൂട്ട് കേസ് അതിനുള്ളിൽ വച്ച ശേഷം വണ്ടിക്കാരൻ്റെ അടുത്ത് കയറിയിരുന്നു. നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? വണ്ടിക്കാരൻ തിരക്കി. ഞാൻ പാരീസിൽ നിന്ന് വരുന്നു. ഇവിടെ വണ്ടി വളരെ ലേറ്റായിട്ടാണ് വന്നത്. കുതിരവണ്ടി പ്ലാറ്റ്ഫോമിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി കടന്ന് റോഡിൽ പ്രവേശിച്ചു. ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ അവിശ്വസനീയമായ ചില സംഭവങ്ങൾ ഞാൻ കാണുകയുണ്ടായി, മാക്സിൻ വണ്ടിക്കാരനോട് പറഞ്ഞു. എന്താണ് താങ്കൾ കണ്ടത്? വണ്ടിക്കാരൻ ചോദിച്ചു. ഞാൻ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അയാൾ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പ്രേതകഥകളെപ്പോലും അതിജീവിക്കുന്ന വിവരണമായിരുന്നു അയാൾ നൽകിയത്. എന്നാൽ യഥാർത്ഥ സ്റ്റേഷൻ മാസ്റ്ററെ ഞാൻ പിന്നീടാണ് കണ്ടത്. അദ്ദേഹവുമായി ഞാൻ മുറിയിൽ ചെന്നപ്പോൾ എന്നോട് സംസാരിച്ച സ്റ്റേഷൻ മാസ്റ്ററെ കാണാനില്ലായിരുന്നു. ഞാൻ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ റെയിൽ പാളത്തിലകപ്പെട്ട് മരണമടഞ്ഞതായി എന്നോട് പറഞ്ഞു. ഇതേ സംഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്, വണ്ടിക്കാരൻ പറഞ്ഞു. അവർ ഹോട്ടലിൻ്റെ വാതിൽക്കലെത്തി. പ്രാചീന രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു അത്. വണ്ടിക്കാരന് പണം കൊടുത്ത ശേഷം മാക്സിൻ പെട്ടിയും സൂട്ട് കേസുമായി ഹോട്ടലിൻ്റെ വരാന്തയിലെത്തി. ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന ഒരു വാച്ചർ കണ്ണു തുറന്ന് മാക്സിനെ നോക്കി. താങ്കൾ പാരീസിൽ നിന്ന് വരികയാണ് അല്ലേ? മാക്സിൻ അയാളെ അത്ഭുതത്തോടെ നോക്കി. ഞാൻ ആരെങ്കിലും ഇതുപോലെ വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. രജിസ്റ്റർ എടുത്തുകൊണ്ട് വന്ന് അയാൾ മാക്സിൻ്റെ കയ്യിൽ കൊടുത്തു. മാക്സിൻ മറ്റൊരു പേരും അഡ്രസ്സും അതിലെഴുതി. അയാൾ മാക്സിനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയുടെ വാതിൽക്ക് എത്തിയപ്പോൾ മാക്സിൻ വാതിലിൻ്റെ മുകളിൽ തകിടിൽ പതിപ്പിച്ചിരുന്ന മുറിയുടെ നമ്പർ നോക്കി. റൂം നമ്പർ 13. പെട്ടെന്ന് മാക്സിൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ അലകൾ രൂപം കൊണ്ടു. 13 എന്ന അക്കം പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം മോശമായ നമ്പറാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഹോട്ടൽ മുറികളിൽ 13 എന്ന നമ്പർ രേഖപ്പെടുത്താറില്ല. ആപത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ നമ്പർ അവർ കണക്കാക്കുന്നത്. വേറെ മുറി ഒഴിവില്ലേ? മാക്സിൻ ചോദിച്ചു. ഈ മുറി താങ്കൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. എനിക്ക് വേണ്ടിയോ? ഞാൻ ഇവിടെ വരുമെന്ന് നിങ്ങളെങ്ങനെ വിശ്വസിച്ചു? പാരീസിൽ നിന്ന് ആരെങ്കിലും ഈ സമയത്ത് ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒഴിച്ചിട്ടിരുന്നതാണ് ഈ മുറി. പാരീസിൽ നിന്ന് ആര് വരുമെന്നാണ് ധരിച്ചിരുന്നത്? മാക്സിൻ ചോദിച്ചു. അതെനിക്കറിഞ്ഞുകൂടാ. ആരോ വരുമെന്നറിയാമായിരുന്നു. അത് ഞാനായിരിക്കണമെന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചു. അത് പറയുവാൻ എനിക്ക് സാധ്യമല്ല. മാക്സിൻ മുറിക്കുള്ളിൽ കയറി. ധരിച്ചിരുന്ന വസ്ത്രം മാറി അദ്ദേഹം നിശാവസ്ത്രം ധരിച്ചു. മണി 1. പെട്ടിയിൽ നിന്ന് ടേപ്പ് റെക്കോർഡർ എടുത്ത് ബീതോവിൻ്റെ നോട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയ ഗാനശകലങ്ങൾ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. ഒരു ഹാഫേ കൊറോണയ്ക്ക് തീ കൊളുത്തിയപ്പോൾ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. ചുരുട്ട് ആശ്രയിൽ വച്ച ശേഷം അദ്ദേഹം എണീറ്റ് വാതിൽ തുറന്നു. താങ്കൾ പാരീസിൽ നിന്നും വരികയാണല്ലേ? അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നിരുന്ന യുവതി ചോദിച്ചു. മാക്സിൻ അവളെ സൂക്ഷിച്ചു നോക്കി. ഏറിയാൽ അവൾക്ക് 22-ലധികം വയസ്സ് പ്രായം തോന്നുകയില്ല. സ്വർണ്ണ നിറത്തിലുള്ള തലമുടി കഴുത്തിന് പിന്നിൽ കെട്ടിയിട്ടിരുന്നു. ലോലമായ പുരുകത്തിന് താഴെ കറുത്തതല്ലാത്ത കൃഷ്ണമണികൾ നിരീക്ഷണ ശക്തിയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തറച്ചു നിന്നു. അധരങ്ങളിൽ അവൾ റോസ് നിറത്തിലുള്ള ചായം പുരട്ടിയിരുന്നു. കറുത്ത നിറത്തിലുള്ള ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് ധരിച്ചിരുന്നത്. നഗ്നമായ കൈത്തണ്ടകളിൽ സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങൾ തിളങ്ങി.
മാക്സിൻ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവളോട് കയറിയിരിക്കുവാൻ പറഞ്ഞു. നീ എന്തിനാണ് വന്നത്? മാക്സിൻ ചോദിച്ചു. ഞാൻ താങ്കളെ അന്വേഷിച്ചു വന്നതാണ്. ഈ ഹോട്ടലിൽ എല്ലാ മുറികളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലിലെ വാച്ചർ ഒഴികെ ഈ വലിയ കെട്ടിടത്തിൽ നാം തനിയേ ഉള്ളൂ. കാഴ്ചയിൽ താനൊരു ഫ്രഞ്ചുകാരനല്ലെന്ന് എനിക്ക് തോന്നി. രാത്രിയുടെ ഈ യാമത്തിൽ ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഒരു മുറിയിൽ മറ്റാരുമില്ലാത്ത സമയത്ത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താണ് അവരുടെ അവസ്ഥയെന്ന് ഞാൻ താങ്കളെ പറഞ്ഞു മനസ്സിലാക്കണമോ? അവൾ ചോദിച്ചു. അവൾ വാതിൽക്കൽ വന്ന് മുട്ടിയതിന് ശേഷം പറഞ്ഞ ഓരോ വാക്കുകളും മാർക്സിനെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന് വളം വെച്ചു. തൻ്റെ കുറ്റാന്വേഷണ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അദ്ദേഹം പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ നല്ലൊരു ഭാഗവും തൻ്റെ എതിരാളികളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. ഞാൻ ഇവിടെ വരുമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? മാർക്സിൻ ചോദിച്ചു. അവളുടെ മുഖത്ത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. താങ്കൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തീവണ്ടി വൈകി എത്തുമ്പോൾ അപൂർവമായ ചില യാത്രക്കാർ ഇവിടെ വരാറുണ്ട്. അതുപോലെ ഒരാളാണ് താങ്കൾ എന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷേ അവളുടെ സംസാരത്തിൽ മാർക്സിന് സംശയം തോന്നി. ഏതായാലും പരിചയപ്പെട്ടത് നന്നായി. ഞാൻ യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. നാളെ നമുക്ക് കൂടുതൽ സംസാരിക്കാം. മാർക്സിൻ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്തു. അവൾ യാതൊന്നും മറുപടി പറയാതെ പുറത്തേക്ക് പോയി. അവൾ പോയി കഴിഞ്ഞപ്പോൾ മാർക്സിൻ വീണ്ടും ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. 5 മിനിറ്റ് കടന്നുപോയി. പെട്ടെന്ന് ഒരു അലർച്ച കേട്ടു. അതോടൊപ്പം ആരോ വാതിൽക്കൽ ശക്തിയായി ചവിട്ടുകയും ചെയ്തു. മാർക്സിൻ വാതിൽ തുറന്നു. അത് അവളായിരുന്നു. അവൾ അകത്തേക്ക് കടന്ന് വാതിൽ തഴുതിട്ടു. എന്താണ് ശബ്ദം കേട്ടത്? മാർക്സിൻ ചോദിച്ചു. മോൺസിയർ, ഒരലർച്ച താങ്കളും കേട്ടില്ലേ? ഞാനും കേട്ടു. അതാണ് ഞാൻ ഓടി വന്നത്. ഈ ഹോട്ടലിൽ പല അപകടങ്ങളും നടന്നിട്ടുണ്ട്. രാത്രിയിലെ ചില യാമങ്ങളിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ കിടന്ന മുറിയിൽ ഒരാൾ മരിച്ചു കിടന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. എന്നാൽ ഈ ശബ്ദം ആ മുറിക്കുള്ളിൽ നിന്നുണ്ടായതാണ്. അത് കേട്ട ഉടൻ തന്നെ ഞാൻ ഓടി മറിഞ്ഞു. ഇന്ന് ഈ മുറിയിൽ എനിക്ക് അഭയം നൽകണം, അപേക്ഷ സ്വരത്തിൽ അവൾ പറഞ്ഞു. അവളുടെ സംസാരത്തിലും ഭാവത്തിലും മാർക്സിന് സംശയം ജനിച്ചിരുന്നു. തൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടി അഭയം തേടി എത്തിയപ്പോൾ അവളെ പറഞ്ഞയക്കുവാൻ മാർക്സിന് വിഷമം തോന്നി. അതാ അവിടെ കിടന്നുള്ളൂ. മാർക്സിൻ കട്ടിൽ ചൂണ്ടിക്കാണിച്ചു. ആ മുറിയിൽ 2 കട്ടിലുകളുണ്ടായിരുന്നു. അവൾ യാതൊരു സങ്കോചവും പ്രകടിപ്പിക്കാതെ മാർക്സിൻ ചൂണ്ടിക്കാണിച്ച കട്ടിലിൽ കയറി കിടന്നു. കഥ തുടരും.